ഈ രാമായണം ആദികാവ്യം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഒരു ഋഷിയായ കവി അങ്ങനെ ഒരു കാവ്യം മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ചില ദർശനങ്ങൾ, ചില സന്ദേശങ്ങൾ മനുഷ്യനോട് പറയാൻ ഉദ്ദേശിച്ചു കാണും. പക്ഷെ ആ കാലത്തെ സാമൂഹ്യ ജീവിതത്തിന്റെ പരിമിതികൾക്കകത്തു നിന്നാണ് ആരും ഒരു കഥ പറയാൻ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതിന്റെ പരിമിതികൾ തീർച്ചയായിട്ടും ഋഷിയാണെങ്കിൽ വാൽമീകിക്കും ഉണ്ടായി വന്ന കാര്യം. പക്ഷെ ഒരു പ്രശ്നത്തെ അദ്ദേഹം വളരെ വലിയ തരത്തിൽ അഭിസംബോധന ചെയ്യുന്നു. അത് മനുഷ്യൻ എന്ന വിഷയത്തെയാണ്. അദ്ദേഹം ശ്രീരാമനെ അവതരിപ്പിക്കുന്ന മനുഷ്യനായിട്ടും രാവണനെ രാക്ഷസനായിട്ടും ഹനുമാനും സുഗ്രീവനും ഭാര്യയെല്ലാം കിഷ്കിന്ധയിലെ വാനരന്മാരായിട്ടും മറ്റ് ഒരുപാട് തരത്തിലുള്ള അധികാര സംവിധാനങ്ങൾ ഉള്ളവരെ ദേവന്മാരായിട്ടും മറ്റ് ജീവസമൂഹത്തെ മുഴുവൻ അന്നും ഇന്നും എന്നും കാണുന്ന ജീവസമൂഹങ്ങളെ പ്രകൃതിയുടെ ഭാഗമായിട്ടുമാണ് അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ ആരെന്ന ചോദ്യത്തിനാണ് വാൽമീകി രാമൻ എന്ന കഥാപാത്രത്തിലൂടെ ഉത്തരം കാണാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ അതിലൂടെ അദ്ദേഹം ഉത്തരം കാണാൻ വിജയിച്ചോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉത്തരം കണ്ടിരിക്കുന്നത് സീതയിലൂടെയും ഹനുമാനിലൂടെയും. എന്നാൽ ശ്രീരാമനെയാണ് മനുഷ്യനായി അവതരിപ്പിക്കുന്നത്. രാവണന്റെ അത്യധ്വാനം കൊണ്ട് 10,000 വർഷത്തെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത ഒരു അധികാരമുണ്ട്, കിട്ടിയ ഒരു വരമുണ്ട്. ആ വരത്തിന്റെ മുഴുവൻ ഭംഗിയും മനുഷ്യന് മഹത്വം കൊടുത്തുകൊണ്ടുള്ളതാണ്. രാവണൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ തലകളും അറുത്ത് അവസാനത്തതും അറുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഈ അത്യധ്വാനത്തിന് അദ്ദേഹത്തിന് ഒരു വരം ചോദിക്കാൻ അവസരം നൽകുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ഒരേ ഒരു വരം, എന്നെ ദേവനോ അസുരനോ ഗന്ധർവനോ മറ്റ് ജീവസമൂഹത്തിനോ നശിപ്പിക്കാൻ പാടില്ല, വധിക്കാൻ പാടില്ല, എന്നെ അവിടെയാണ് ഈ മനുഷ്യൻ എന്നതിനെ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യം വാൽമീകിക്ക് വന്നു. രാവണൻ ദേവന്മാരെക്കാൾ ഗന്ധർവന്മാരെക്കാൾ മറ്റ് ജീവസമൂഹത്തെക്കാളെല്ലാം ഉയരെയാണ് മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നത്. മനുഷ്യൻ അദ്ദേഹത്തെയും വധിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമായി വരും. രൂപത്തിൽ ഇരുകാരികളായ എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യരെപ്പോൾ ഇരിക്കുന്നവരാണ്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നയാൾ സ്വഭാവത്തിൽ വേറൊരു നിർവചനക്കുരയ്ക്ക് അകത്ത് എന്നെത്തിച്ചേരാൻ തക്ക തരത്തിൽ സവിശേഷതയുള്ളയാളാണ്. ആ സവിശേഷതയാണ് നാരദ നിർദ്ദേശപ്രകാരം രാമനിൽ നിക്ഷേപിക്കുന്നത്. അപ്പൊ ആരാണ് മനുഷ്യൻ? എന്തെല്ലാം സ്വഭാവങ്ങളാണ്, എന്തെല്ലാം പ്രത്യേകതകളാണ് മറ്റു ദേവന്മാരിൽ നിന്നോ അസുരന്മാരിൽ നിന്നോ ആദിവാസികളിൽ നിന്നോ മറ്റു ജീവസമൂഹത്തിൽ നിന്നോ മനുഷ്യരിൽ വന്നു ചേരേണ്ടത്, മനുഷ്യർ ഉൾക്കൊള്ളേണ്ടത്? ഈ പ്രശ്നത്തെ ഒരുപക്ഷെ ആദ്യം സാഹിത്യലോകത്ത് അഭിസംബോധന ചെയ്ത കവി വാൽമീകിയാണ്. അദ്ദേഹം തന്നെ മനുഷ്യനല്ലാത്ത ഒരിടത്തു നിന്ന് മനുഷ്യനായ ഒരു ജീവിതം നയിച്ചയാളാണ്. അദ്ദേഹം കാട്ടാള തരത്തിൽ ജീവിച്ചു വന്നവരാണ്. തപസ് ചെയ്ത് പാപവും കുറ്റങ്ങളും കളഞ്ഞ് ശുദ്ധീകരിച്ചെടുത്ത് സ്വയം മനുഷ്യനായി മാറിയ ഒരാളാണ് ഋഷിയായ കവി. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയായി തീർന്നതിന് ശേഷം തന്റെ മുന്നിൽ കണ്ട, താൻ പണ്ട് കാലത്ത് ചെയ്ത തെറ്റുകളിൽ ഒന്ന് തന്റെ മുമ്പിൽ കണ്ടപ്പോൾ 2 പ്രണയ പക്ഷികളിൽ ഒന്നിനെ ഒരു കാട്ടാളൻ എയ്ത് താഴെ വീഴ്ത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ആ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം മാറി മനുഷ്യനായി. അങ്ങനെയാണ് അദ്ദേഹം മാനുഷാദ പാടിത്തുടങ്ങുന്നത്. അത് കേട്ട ബ്രഹ്മാവാണ് നിർദ്ദേശിക്കുന്നത്, ഇത്തരത്തിൽ മനുഷ്യന്റെ ഒരു കഥ വളരെ ഭംഗിയായി പറയുക, അതൊരു കാവ്യമായി ലോകത്തിന്
ശരിയായി നടക്കാൻ സഹായിക്കുന്നതായി മാറട്ടെ. അപ്പൊ കവിയുടെ കഥ അല്ലെങ്കിൽ കവിയുടെ മനസ്സിലുള്ള മാറ്റം ഒരു സമൂഹത്തിലെ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യരിൽ നിക്ഷേപിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും, ഏത് വിധമായിരിക്കുമെന്ന് അദ്ദേഹം പ്രകടമാക്കുകയാണ്. അദ്ദേഹം 3 അധികാരങ്ങളെ കുറിച്ചാണ് കൃത്യമായി പറയുന്നത്. ദേവന്മാരുടെ അധികാരത്തെ കുറിച്ച്, ഒരു ദേവലോകത്തെ കുറിച്ച് പൊതുവെ പറയുന്നതല്ലാതെ അത് സത്യത്തിൽ ഒരുപാട് തരം അരാജക ലൈംഗിക വാസനയുള്ള, അധീശത്വ സ്വഭാവമുള്ള, അധ്വാനത്തിന്റെ ഏതെങ്കിലും പങ്കില്ലാത്ത ഒരു ജീവിതമാണ് ഈ ദേവന്മാരെന്ന് പറയുന്നവർ ആ കാലത്ത് നയിച്ചത്. ആ ജീവിതത്തെ കുറിച്ച് വാൽമീകിയും സംസാരിക്കുന്നത് ബഹുമാന പുരസ്സരമല്ല. അത് ഒരു അരാജക ലൈംഗിക ജീവിതം നയിച്ചവരുടെ കഥയാണ് ദേവന്മാരുടെ കഥയായി പറയുന്നത്. അവർ നാട്ടിൽ നിന്നും കാട്ടിൽ നിന്നും നഗരത്തിൽ നിന്നും മാറി ദൂരെ എവിടെയോ താമസിച്ചവരും വന്നു പോകുന്നവരും ഇത്തരം ഒരു ജീവിതം നയിച്ചിരുന്നവരുമാണ്. പിന്നെ 3 കൂട്ടരുടെ ജീവിതമാണ് വാൽമീകി മഹർഷി രാമായണത്തിലൂടെ പറയുന്നത്. ഒന്ന് നാടിന്റെ ജീവിതമാണ്. അവിടെ ഒരു അധികാരത്തിന്റെ പ്രശ്നവും അതിന്റെ പങ്കുവെപ്പുകളും സംഘർഷങ്ങളും സങ്കടങ്ങളും അദ്ദേഹം പറയുന്നു. 2 കാടിന്റെ ജീവിതമാണ്. അത് രാക്ഷസരും കാട്ടിലെ മറ്റ് ജീവസമൂഹങ്ങളും തരങ്ങളും പ്രവതങ്ങളും നദികളും അതിന്റെ ഉപയോഗവും അതിരുകളോ സ്വത്തുക്കളോ പരസ്പരം ഇങ്ങനെ സംഘർഷാത്മകമായി വീതിക്കപ്പെട്ടില്ലാത്ത ഒരിടത്ത് ഒരു സ്വാതന്ത്ര്യം ഒരുപാടുള്ള വർഗത്തിന്റെ ജീവിതമാണ് കാടിന്റെ ജീവിതമായി പറയുന്നത്. അവിടെയും കിഷ്കിന്ധയിലെ അധികാരത്തിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ അത് നാടിന്റെ അധികാരത്തിന്റെ പ്രശ്നം പോലല്ല. 3ാമത് പറയുന്നത് അസുരന്മാരുടെ ജീവിതമാണ്. അതൊരു നാഗരീക ജീവിതമാണ്. അത് ലങ്കാ നഗരവുമായി ബന്ധപ്പെട്ട കുബേരനിൽ നിന്നാണ് രാവണൻ അത് കൈവശപ്പെടുത്തുന്നതെങ്കിലും ഏറ്റവും ഒരുപാട് തരത്തിലുള്ള അധീശത്വമുള്ള തെറ്റുകൾ ചെയ്യുന്ന ആർഭാടകരമായ അതിന്റെ അഹങ്കാരവും അതിന്റെ തരത്തിലുള്ള പിടിച്ചടക്കലുകളും കയ്യേറ്റങ്ങളുമുള്ള ഒരു ജീവിതമാണ് നാഗരികമായ ഒരു ജീവിതമായി പറയുന്നത്. ഈ 3 ജീവിതങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ധാർമ്മികമായും അധികാരപരമായും വ്യത്യാസവും ഈ 3 ജീവിതങ്ങളും തമ്മിലുള്ള സംഘർഷവും ഈ സംഘർഷത്തിൽ അവസാനം നാടിന്റെ ജീവിതവും കാട്ടിലെ ജീവിതവും കൂടെ പങ്കുചേർന്ന് നഗരത്തിന്റെ ജീവിതത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ വിജയവുമാണ് വാൽമീകി പറഞ്ഞു വെക്കുന്നത്. ഇത് തീർച്ചയായും പുതിയ ലോകത്തിനും പുതിയ കാലത്തിനും കൂടി പാഠമായ ഒരുപാട് കാര്യങ്ങൾ ഈ 3 ജീവിതവുമായി ബന്ധപ്പെട്ട് അത് ഉയർത്തുന്ന ധാർമ്മികതയും ജീവിതബോധവും സ്ത്രീകളോടുള്ള സമീപനങ്ങളും ഒപ്പം അധികാര തർക്കങ്ങളും ഒപ്പം അത് സംഘർഷത്തിലെത്തി ജയിക്കേണ്ടത് ആരെന്ന് കൂടി പറഞ്ഞു വെക്കുന്ന കഥയാണ് രാമായണം. ഈ രാമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും രാമന്റെ ജനനവും ദശരഥന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ അധികാരവും ആ കാലത്തുള്ള നാട്ടിലെ അധികാരവും അതിന്റെ രാജസ്വഭാവവും ക്ഷത്രിയ ജീവിതവും അതിൽ പൗരോഹിത്യത്തിന്റെ ഇടപെടലുമെല്ലാം ധാരാളമായി തെളിവിരിക്കുന്നു. രഘുവംശത്തിലെ ഏറ്റവും ഉത്തമനായ രാജാവായിട്ടാണ് രാമനെ കവി അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജാവായിട്ടാണ്. സൽസ്വഭാവത്തിന്റെ ഏകപത്നി ഗുണക്കാരൻ, സത്യസന്ധൻ, രാജാധികാരം എന്നതിനോട് മറ്റ് എല്ലാ തരത്തിലുള്ള തന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ അതിന് പുറത്തു നിൽക്കുന്ന തരത്തിൽ അദ്ദേഹം മാതൃകയായി ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. മറ്റൊരുപാട് സുന്ദരിമാരായ സ്ത്രീകൾ കൊട്ടാരത്തിലുണ്ടായിരുന്നു. ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള പ്രതാപവും പ്രാവീണ്യവും പാഠവും യുക്തസാമർഥ്യവും ഒക്കെ ഉണ്ടായി. ആ യുക്തസാമർഥ്യത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരിയായ ഭാര്യ അദ്ദേഹത്തിന്റെ 2ാം ഭാര്യ, അത് കൈകേയിയാണ്. ആ കൈകേയിയോട് ഒരു യുദ്ധ സമയത്തുണ്ടായ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ താല്പര്യത്തിന്റെ പുറത്ത് കൊടുത്തു പോകുന്ന വരമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 വരം ചോദിച്ചുകൊള്ളാനുള്ള അനുവാദം. അതാണ് സത്യത്തിൽ ഈ അധികാര തർക്കത്തിന് കാരണമാകുന്ന തരത്തിൽ അന്തഃപുരത്തിനകത്ത് ഒരു ഗൂഢാലോചനയുടെ സ്വഭാവം കൈവരിച്ചു വളരുന്നു. ആ കൈവരിച്ചു വളരുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഈ അധികാരവുമായി ബന്ധപ്പെട്ട് അധികാരത്തിന്റെ അവകാശികളായി ഒന്നിലധികം ആളുകൾ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
അതെല്ലാ കാലത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഇരയാവുകയാണ് രാമൻ. രാമൻ സത്യത്തിൽ ദശരഥ മഹാരാജാവിന്റെ മൂത്ത ഭാര്യയായ കൗസല്യയിൽ പിറക്കുന്ന മകനാണ്. ഈ മക്കൾ പിറക്കുന്നത് തന്നെ ദശരഥപുത്രന്മാരായിട്ടല്ല. ആൺമക്കളില്ലാതിരുന്ന ദശരഥൻ അദ്ദേഹം പുത്രകാമിഷ്ടിയാഗം നടത്തി ആ യാഗ അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന സുന്ദരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിച്ച പായസം കഴിക്കാൻ ഈ ഭാര്യമാർക്ക് കൊടുത്തു. അതിൽ കൈകേയിയും കൗസല്യയും 10 വീതം എടുത്ത് കഴിക്കുകയും ബാക്കി പകുതി അവർ മൂന്നാമത്തെ ഭാര്യയായി സുമിത്രയ്ക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ 2 പങ്ക് കഴിച്ച സുമിത്ര 2 മക്കളുടെ മാതാവായി. കൗസല്യയും കൈകേയിയും ഓരോ മക്കളുടെ മാതാവായി. അങ്ങനെയാണ് രാമൻ കൗസല്യയിലും കൈകേയിയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നും പറക്കുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും ആ കാലത്ത് നിലനിന്ന പൗരോഹിത്യത്തിന്റെ ഇടപെടലിന്റെ കണ്ടുകൂടി വാൽമീകി പൊതിഞ്ഞു പറയുന്നു. ഇവിടെ വ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നത് കുറച്ചുകൂടെ തുറന്നാണ് പൗരോഹിത്യത്തിന്റെ ഇടപെടൽ. മക്കളില്ലാത്ത പാണ്ഡവ കൊട്ടാരത്തിലെ രാജകുമാരിയെ പ്രാപിക്കാൻ വ്യാസൻ എത്തുന്നത് നേരിട്ടാണ്. പക്ഷെ ഇവിടെ പായസം എന്നൊക്കെ പറയുമ്പോൾ മധുരം കഴിച്ചു എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. വാൽമീകി കുറച്ചുകൂടെ ഭാവന മനോഹരമാക്കി അവതരിപ്പിക്കുന്നു എന്നാണ്. ഇവിടെയെല്ലാം പൗരോഹിത്യത്തിന്റെ ഒരു ഇടപെടലിനെ വാൽമീകി ന്യായീകരിക്കുകയും അത് ആ കാലത്ത് നിലനിന്ന ഒരു സംവിധാനമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തായിരുന്നാലും ഈ 4 മക്കൾ ജനിച്ചു. മക്കൾ 4 പേരും വസിഷ്ഠന്റെ നിർദ്ദേശത്തിലും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലും എല്ലാ വിധത്തിലുള്ള രാജകുമാരന്മാരായി വളരാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ സ്വീകരിച്ചു വളരുകയാണ്. ആ വളർന്നു വരുന്ന ഘട്ടത്തിലാണ് ഈ രാമൻ തീർച്ചയായിട്ടും ഈ 4 പേരും ഒരുപോലാണെങ്കിലും അതിൽ മുമ്പനും അതിൽ മൂത്തവനും അതിൽ ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും പ്രതിഭാശാലിയായ രാജകുമാരൻ രാമനാണ്. അത് രാമൻ അങ്ങനെ വളർന്നു വന്ന സമയത്ത് പൗരോഹിത്യത്തിന്റെ ആ കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു പുരോഹിതനാണ് വിശ്വാമിത്രൻ. അദ്ദേഹം രാജാധികാരത്തെക്കാൾ പൗരോഹിത്യത്തിന് സ്ഥാനമുണ്ടെന്നും ഉയർന്നതാണെന്നും കരുതി ക്ഷത്രിയത്വം ഉപേക്ഷിച്ച് ബ്രാഹ്മണത്വം സ്വീകരിച്ച് മഹർഷിയായ ആളാണ് വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രൻ വന്ന് ദശരഥനോട് അദ്ദേഹത്തിന്റെ യാഗ സംരക്ഷണത്തിന് രാമന്റെ സഹായം ആവശ്യപ്പെടുകയാണ്. അപ്പൊ ദശരഥൻ അദ്ദേഹത്തോട് പറയുന്നത്, വേണമെങ്കിൽ എന്റെ സൈന്യങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് തരാം, എന്തിനാണ് ഈ കൗമാരക്കാരനായ രാമനെ നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ അദ്ദേഹത്തിന് രാമന് മതി. കാരണം പൗരോഹിത്യത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള, അവർക്ക് കാവൽ നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ക്ഷത്രിയനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ രാമനെ വിട്ടുകൊടുത്തേ പറ്റും. അപ്പൊ രാമൻ അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വന്നത് വിഷമത്തോടെയാണെങ്കിലും ദശരഥന് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നതാണ്. ഇതൊരു കാലത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ആ കാലത്തെ വ്യവസ്ഥയുടെ പ്രത്യേകതകളും കൊണ്ട് വാൽമീകി നമ്മളോട് പറയുന്ന കാര്യമാണ്. അങ്ങനെയാണ് രാമൻ ഇഷ്ടമല്ലെങ്കിലും രാമന് യാഗ സംരക്ഷണാർത്ഥം കാട്ടിലെ താടകയെ കൊല്ലേണ്ടി വരും. താടകയിൽ സ്ത്രീയാണ്. താടകയിൽ സത്യത്തിൽ രാമന് വധിക്കണമെന്ന് ആഗ്രഹമല്ല. ഒരു സ്ത്രീ ഹത്യ രാമന് വ്യക്തിപരമായി ഇഷ്ടമല്ല. പക്ഷേ വിശ്വാമിത്രന് താടകയെ വധിച്ചെത്തി. അപ്പൊ വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരമാണ്. നിർദ്ദേശം മാത്രമല്ല, ലംഘിക്കാൻ പറ്റാത്ത തരത്തിൽ ശ്രീരാമനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ശ്രീരാമൻ താടകയെ വധിക്കുന്നത്. ഇത് ശ്രീരാമന്റെ വ്യക്തിപരമായി ഇഷ്ടമല്ല. പക്ഷേ ആ കാലത്ത് നിലനിന്ന പൗരോഹിത്യത്തിന് ക്ഷത്രിയത്വത്തിൽ രാജാധികാരത്തിൽ അല്ലെങ്കിൽ പാഠമുള്ള യോദ്ധാവിനുള്ള സ്വാധീനം എത്രയാണെന്ന് വെളിവാക്കുന്ന രാമായണത്തിലെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊരു സംഭവമാണ് ഈ വിശ്വാമിത്ര നിർദ്ദേശപ്രകാരം രാമൻ താടകയെ വധിക്കുന്നത്. എന്നാൽ അവിടെ തന്നെ രാമൻ ഏതാണ്ട് പകരം ചെയ്യുന്നത് പോലെ മനോഹരമായ ഒരു സ്ത്രീ സംരക്ഷണ ചുമതല കൂടി നിർവഹിക്കുന്നു. അത് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നതാണ്. അത് പൗരോഹിത്യത്തിന്റെ പ്രതീകമായ ഒരു സന്യാസി, അദ്ദേഹം ഗൗതമനാണ്, വളരെ അറിവുള്ള ആളാണ്. ഒരു സന്യാസി ദീക്ഷയുടെ എല്ലാ അർത്ഥ തലങ്ങളും
അംഗീകരിച്ച് അത് കൃത്യമായി നടപ്പാക്കി ജീവിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സുന്ദരിയായ അഹല്യ. ആ അഹല്യയെ ദേവരാജാവായ ദേവേന്ദ്രൻ. ദേവേന്ദ്രന് മിക്കവാറും അദ്ദേഹത്തിന് ഇഷ്ടമായ സുന്ദരികളായ സ്ത്രീകളെയെല്ലാം സ്വായത്തമാക്കുന്നതിന് അതിനെന്ത് ഉപാധിയും സ്വീകരിക്കുന്ന ഒരാളാണ് ദേവരാജാവ്. ആ ദേവരാജാവായ ദേവേന്ദ്രൻ ഈ ഗൗതമമുനിയുടെ സുന്ദരിയായ ഭാര്യയെ കബളിപ്പിച്ച് അദ്ദേഹം ആ സ്ത്രീയുമായി രമിക്കുകയാണ്. ഇത് കണ്ട് സ്നാനം കഴിഞ്ഞ് അതിന്റെ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞു വരുന്ന ഗൗതമൻ കാണുമ്പോൾ അവിടെ ഒരു പുരുഷ പക്ഷാധിപത്യ രീതി പൗരോഹിത്യം തുടരുന്നുണ്ട്. അതുകൊണ്ട് ദേവേന്ദ്രനെ കണ്ണനാക്കുകയാണ് ശപിച്ചത്. സത്യത്തിൽ ദേവേന്ദ്രനാണ് കൂടുതൽ കുറ്റം ചെയ്തത്. പക്ഷെ അഹല്യയെ ശപിച്ച് കല്ലാക്കുകയാണ്. ഇത് സത്യത്തിൽ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. ആ കാലത്ത് നമ്മുടെ ഒരു 10-100 വർഷം മുമ്പ് വരെയുള്ള കേരളീയ ജീവിതത്തിൽ നോക്കിയാൽ കണ്ണിന്റെ അത്ര പോലും വിലയില്ലാതെ ജീവിച്ച എത്രയോ വലിയ കുടുംബങ്ങളിലെ സ്ത്രീകളുണ്ടായി. എത്രയോ സ്ത്രീകളുടെ കഥയുണ്ടായി. കണ്ണുകളുടെ സമൂഹത്തിൽ ആണുങ്ങളുടെ പ്രത്യേകിച്ച് പൗരോഹിത്യത്തിന്റെ പ്രത്യേക സ്വഭാവം കൊണ്ട് അനാഥരായി പോയ എത്രയോ സ്ത്രീ ജീവിതങ്ങളുണ്ട്. ആ സ്ത്രീ ജീവിതങ്ങളുടെ ഒരു പ്രതീകത്തെയാണ്, ഒന്നിനെയാണ് ഇങ്ങനെ ഒരു പൗരോഹിത്യ ശാപം കൊണ്ട് കല്ലായി കിടന്നുപോയ ഒരു പെണ്ണിന്റെ കഥ വാൽമീകി പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കല്ലിന് ശാപം കൊടുക്കുന്നത് സത്യത്തിൽ ദേവേന്ദ്രന്റെ ഒരു ശാപമോക്ഷം കൊടുക്കുന്നത്, ശാപം കൊടുക്കുകയല്ല, ശാപം കൊടുത്ത പൗരോഹിത്യത്തിന്റെ ശാപത്തിൽ നിന്ന് മോചനം കൊടുത്ത് ഒരു ശാപമോക്ഷം കൊടുക്കുന്നത് ശ്രീരാമൻ. താടകയെ ശ്രീരാമൻ വധിച്ചത് വിശ്വാമിത്രന് വേണ്ടിയാണ്. പക്ഷെ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നത് ശ്രീരാമന് വേണ്ടിയാണ്. അതായത് സ്ത്രീകൾക്ക് മോക്ഷം കൊടുക്കുക എന്ന് പറയുന്നത് അധികാരത്തിൽ ഇരിക്കുന്നവരുടെ, രാജകുമാരന്മാരുടെ, സമൂഹത്തിൽ പ്രാവീണ്യമുള്ളവരുടെ, കരുത്തുള്ളവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. അവർക്ക് കാവൽ നിൽക്കേണ്ടതാണ് തന്റെ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനമെന്ന് രാമൻ കാണിച്ചു തരികയാണ്. ഇവിടെ പൗരോഹിത്യത്തിന്റെ നിർദ്ദേശം കൊണ്ട് രാമൻ താടകയെ വഹിക്കുന്നു എന്ന തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വന്തം ഇഷ്ടം കൊണ്ട് പൗരോഹിത്യം ശപിച്ച് കണ്ടാക്കിയ ഒരു സ്ത്രീയെ മോക്ഷം കൊടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം നൽകി അവരെ മോചിപ്പിച്ചു എന്ന ശരി കൂടി രാമൻ ചെയ്യുന്നു. ഇത് രണ്ടും വാക്യത്തിൽ പറയുമ്പോൾ നമ്മൾ ഏതാണ് സ്വീകരിക്കേണ്ടത്? താടകയെ വധിച്ച രാമനെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത രാമനെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും രണ്ടാമത്തെ രാമനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് വാൽമീകി പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഋഷിയായ ഒരു കവി രണ്ടു കാര്യം പറയുമ്പോൾ ഒരു കാര്യം സ്വീകരിക്കുക, ഒരു കാര്യം സ്വീകരിക്കാതിരിക്കുക, രണ്ടും സ്വീകരിക്കുക എന്നതല്ല. അവിടെയാണ് സ്വീകരിക്കേണ്ടതുണ്ടെന്ന് തീരുമാനിക്കാനുള്ള മാനവികമായ ഒരു വളർച്ച വായിച്ചു പോകുന്ന നമ്മൾ ഉത്പാദിപ്പിക്കാൻ കൂടി കവി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കവി ഋഷിയാവുന്നത്. ഒരു സാധാരണ കവിക്ക് അപ്പുറം വാൽമീകി വളർന്നെത്തി ഋഷിയായ കവിയായി മാറി നമ്മളിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒരു സന്ദേശം കൂടി പറഞ്ഞു തരുന്നത്, നമ്മൾ അതിൽ നിന്ന് ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട ഒന്ന് നമ്മുടെ അകത്ത് ഒരു വിളക്ക് കൊളുത്തി വെക്കുന്നത്. ഈ രാമായണവും മഹാഭാരതവും നൽകുന്ന ഒരു വലിയ പ്രത്യേകത നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനും നമുക്ക് അതിൽ നിന്ന് ശരിയായും സ്വീകരിക്കാനും ഈ ഇതിഹാസം എന്ന് പറയുന്ന ചരിത്രം നിക്ഷേപിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ചരിത്രത്തെ നമുക്ക് അന്വേഷിച്ച് കണ്ടെടുക്കാനും ഒരു കൈവിളക്ക് ഈ ഇതിഹാസങ്ങൾ നമുക്ക് നൽകുന്നു. ആ കൈവിളക്ക് രാമായണം നൽകുമ്പോൾ ആ കൈവിളക്ക് നമ്മൾ എടുത്ത് പരിശോധിച്ചു വരുമ്പോൾ താടകയെ വധിച്ച രാമനല്ല, അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വഴി തുറന്ന രാമനാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന രാമൻ. ആ രാമനാണ് പിന്നെ ഈ പല മന്ത്രങ്ങളെല്ലാം ഇദ്ദേഹം വിശ്വാമിത്രം സ്വീകരിച്ച് ആയുധങ്ങളും സ്വീകരിച്ച് ഈ ശ്രീരാമനും ലക്ഷ്മണനും കൂടി മിഥില രാജ്യത്തിലേക്ക് സീതാ സ്വയംവര സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ സ്വീകരിക്കേണ്ടതും സ്വീകരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ വാൽമീകി പറഞ്ഞു വെക്കുന്നുണ്ട്. കഥ അങ്ങനെയാണ്. ആ കഥയിലെ എല്ലാം കാര്യമല്ല. ആ കഥ നമ്മൾ അകത്ത് കടന്ന് പരിശോധിച്ച് അതിൽ നിന്ന് പുറത്ത് കടന്നു പോകുമ്പോൾ ഉപേക്ഷിച്ചു പോകേണ്ടതും കൊണ്ടുപോകേണ്ടതുമായ കാര്യങ്ങളുണ്ട്.
അത് കൃത്യമായി വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. കഥയിലുള്ള കാര്യം നിങ്ങൾ കൊണ്ടുപോവുകയും കഥയിൽ പുറന്തോടും കഥയിൽ ആവശ്യമില്ലാത്തതും നിങ്ങൾ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യണമെന്നാണ്. അപ്പം ശ്രീരാമന്റെ കാര്യത്തിൽ കൗമാരകാലത്ത് നമ്മൾ സ്വീകരിച്ചു പോവേണ്ടത് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്താൽ, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ, സ്ത്രീയെ കല്ലായി കരുതി ചവിട്ടിത്തേച്ച് കളഞ്ഞിരുന്ന ഒരു പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥയുടെ അകത്തളങ്ങളിലെ ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ മനുഷ്യനെ സഹായിച്ച രാമനാണ് വാൽമീകിയുടെ യഥാർത്ഥ രാമൻ. മിഥിലയിൽ രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും എത്തിച്ചേരുമ്പോൾ ആ രാജകൊട്ടാരത്തിൽ അവരെ ജനക മഹാരാജാവ് എല്ലാ അർത്ഥത്തിലും സൗമ്യമായും ആഹ്ലാദപരമായും സ്വീകരിക്കുകയാണ്. അവിടെ വെച്ചാണ് രാമൻ സീതയെ കാണുന്നത്. സീതയുടെ സ്വയംവരം, അതിന്റെ പ്രത്യേകത, അതിൽ ശൈവജാപമെന്ന് വില്ലൊടിക്കുന്നവർക്ക് മാത്രം സീതയെ കിട്ടുമെന്ന തരത്തിലുള്ള ഒരു മത്സരം സംഘടിപ്പിച്ചതെല്ലാം അറിയുന്നത്. സീതയും രാമനും കാണുന്നത് വളരെ മനോഹരമായ ഒരു സന്ദർഭമാണ്. ഒരു പ്രണയത്തിന്റെ അതിമനോഹരമായ ഒരു സൗന്ദര്യ സങ്കല്പം കൂടി വാൽമീകി ഒരുക്കി തരുന്നുണ്ട്. രാമൻ സീതയെ ആദ്യമായി കാണുന്നത് സീത കണ്ടതിന് ശേഷമാണ്. സീത രാമനെ കാണുന്നത് നേരിട്ടല്ല. രാമൻ ജനക മഹാരാജാവിന്റെ കൊട്ടാര മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് സീത നിൽക്കുന്ന രണ്ടാമത്തെ നിലയിലെ ഭിത്തിയിലെ കണ്ണാടി രാമന്റെ പ്രതിരൂപം പതിഞ്ഞതാണ് സീത കാണുന്നത്. സീതയെ രാമൻ കാണുന്നത് സീത അവിടെ നിൽക്കുന്ന ആ രൂപം രാമൻ നിൽക്കുന്ന മുറ്റത്തെ കുളത്തിൽ, അതിന്റെ തെളിഞ്ഞ വെള്ളത്തിൽ സീതയുടെ പ്രതിരൂപമാണ് രാമൻ കാണുന്നത്. അങ്ങനെ രണ്ടുപേരും നേരിട്ട് കാണുന്നതിന് മുമ്പ് രണ്ടുപേരുടെയും പ്രതിരൂപം കാണുകയാണ്. കണ്ട് പരസ്പരം കാണാനുള്ള ഇഷ്ടം കൊണ്ട് പരസ്പരം നോക്കുമ്പോഴാണ് നേരിട്ട് കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ സീത ലജ്ജിതയായി തലകുനിച്ച് കൊട്ടാരത്തിനകത്തേക്ക് നടന്നു പോവുകയാണ്. ഇത്തരം മനോഹരമായ രംഗങ്ങൾ പ്രണയത്തിൽ സൃഷ്ടിക്കാൻ ഒരു പ്രകൃതിപക്ഷ കവിക്ക്, ആ കവി പ്രകൃതിപക്ഷം മാത്രമല്ല ഒരു ഋഷിയാകുമ്പോൾ കൂടി സംഭവിക്കുന്ന അതിമനോഹരതയാണ്. അപ്പൊ രാമനും സീതയും ഇങ്ങനെ പരസ്പരം കണ്ട് അതിനു മുമ്പ് പ്രതിബിംബം കണ്ട് ഇഷ്ടപ്പെടുകയാണ്. ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ രാമൻ ഈ ശൈവലാഭം ഒടിക്കാൻ വേണ്ടിയുള്ള അനുവാദം ചോദിക്കുന്നത്. ഒരുപാട് രാജാക്കന്മാർ ഒടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വില്ലാണ്, ശിവന്റെ വില്ലാണ്. ഈ വില്ല് കിട്ടുന്നത് ജനകനാണ്. ഒരുപക്ഷെ ഈ രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാജാവിന്റെ പേര് ജനകനാണ്. ജനങ്ങളുടെ രാജാവാണ് അദ്ദേഹം. തത്വചിന്തകനാണ്, ജനങ്ങളുടെ രാജാവായിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്നെ സീതയെ വിവാഹം കഴിച്ചു കൊടുത്താൽ സീതയെ പിന്തുടരുന്ന ഒരു പിതാവല്ല അദ്ദേഹം, പിന്തുടർന്ന് സഹായിക്കുന്ന ഒരു പിതാവല്ല അദ്ദേഹം. അദ്ദേഹത്തിന് സീതയെ കിട്ടുന്നത് ഉഴവുചാലിൽ നിന്നാണ്. അതുകൊണ്ടാണ് സീതയ്ക്ക് മിഥിലയിലെ രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി എന്ന പേരുണ്ട്. വിദേഹ രാജ്യത്തിലെ രാജകുമാരി ആയതുകൊണ്ട് വൈദേഹി എന്ന പേരുണ്ട്. ജനകന്റെ മകളായതുകൊണ്ട് ജാനകി എന്ന പേരുണ്ട്. പക്ഷേ ഉടവുചാലിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് സീതയ്ക്ക് ഉറച്ച പേര്, പരന്ന പേര്, അംഗീകരിച്ച പേര് സീത എന്നാണ്. എന്തുകൊണ്ട് വാൽമീകി സീതയ്ക്ക് ഒരു പിതാവിനെ കൊടുത്തില്ല, ഒരു മാതാവിനെ കൊടുത്തില്ല? ഇന്നതാണ് നിന്റെ പിതാവെന്ന്, ഇന്നതാണ് മാതാവെന്ന്, ഇന്ന തരത്തിലാണ് നീ ജനിച്ചതെന്ന് പോലും കൃത്യമായി പറയുന്നില്ല. ആരെയോ ഉപേക്ഷിച്ച് ഉഴവുചാലിലെത്തി അവിടെ നിലകൊള്ളുന്നവർ കണ്ട് ആ കുട്ടിയെയാണ് ജനകൻ സ്വന്തം മകളായി വളർത്തുന്നത്. ഇത് ജനകന്റെ ഒരു മഹത്വമാണ്. സത്യത്തിൽ ജനാധിപത്യ ലോകത്ത് ഏത് പെൺകുട്ടിയെ വളർത്തുന്ന അച്ഛനും അമ്മയും ജനകനാവണം എന്നൊരു സന്ദേശം കൂടി വാൽമീകി നൽകുന്നു. ഇന്ന് ഒരുപാട് അച്ഛന്മാർക്ക് ജനകനാവാൻ കഴിയുന്നില്ല. സ്വന്തം മക്കളെപ്പോലും പെൺമക്കളാണെങ്കിൽ സ്വീകരിക്കാനും വളർത്താനും കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവരെ തന്റേതാക്കി മാറ്റി അവർക്ക് വേണ്ടി തനിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ തന്റേതല്ലെങ്കിലും, ഈ ഭൂമി തന്നതാണെങ്കിലും, സ്വന്തമായിട്ടൊരു വിലാസമില്ലെങ്കിലും, തന്റെ എല്ലാ വിലാസവും, തന്റെ എല്ലാ അധികാരവും, തന്റെ എല്ലാ സ്വാതന്ത്ര്യവും
തന്റെ സമ്പത്തും ആ പെൺകുട്ടിക്ക് നൽകാൻ തയ്യാറായ ഒരച്ഛനാണ്. അത്തരം അച്ഛന്മാരുടെ കയ്യിലെ പെൺകുട്ടികൾ സുരക്ഷിതമാവും. ഇന്ന് അത്തരം പിതാക്കന്മാരും അത്തരം മാതാക്കന്മാരും ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ സീതമാർക്ക് ഉണ്ടാകേണ്ടി വരുന്ന വിഷമങ്ങളുടെ, സങ്കടങ്ങളുടെ കഥയാണ്. ഇത്തരം സങ്കടങ്ങളുടെ കഥ ഇല്ലാതാകാൻ ഉടവുചാരിൽ നിന്ന് സീത കിട്ടുന്നതല്ല പ്രധാനം. ജനകനെ പോലെ ഒരു പിതാവിനെ സീതമാക്കി കിട്ടേണ്ടതാണ്. ഇങ്ങനെ ജനകനെ പോലെ ഒരു പിതാവിനെ കിട്ടേണ്ടതാണെന്ന ഉത്തരവാദിത്വപൂർണമായ സ്ത്രീ സംരക്ഷണത്തിന്റെ രാജാധികാര കാവലാണ് ജനകനിലൂടെ വാൽമീകി നമ്മളോട് പറയുന്നത്. ആ സീതയെ കുറിച്ച് സീത പരമസുന്ദരിയായിരുന്നു. ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ആരാണ് എന്നത് ആ സീത തന്നെ കാണിച്ചു തന്ന ഒരു വഴിയിലൂടാണ് ജനകൻ ഈ ശൈവജാപം വളയ്ക്കുന്നവരും ഒടുക്കുന്നവരും മാത്രം സീതയെ നൽകിയാൽ മതി എന്ന് തീരുമാനിക്കുന്നു. അതൊരിക്കൽ സീതയും സീതയുടെ അനുജത്തിമാരായ 3 പേരും കൊട്ടാരത്തിൽ പൂക്കൽ ഇറുത്ത് അതുകൊണ്ട് മാല കൊരുത്ത് പൂജയ്ക്ക് വേണ്ട മാല ഇങ്ങനെ രൂപീകരിക്കുന്ന സമയത്ത് മുറ്റത്ത് പൂക്കൾ കുറവായിരുന്നു. എന്നാൽ മുറ്റത്ത് വളർന്നു വന്ന ഒരു വലിയ വൃക്ഷത്തിന്റെ മണ്ടയിൽ മല്ലിപ്പൂക്കൾ ഇങ്ങനെ നിറയെ പിടിച്ചു നിന്നിരുന്നു. പക്ഷെ അത് കുട്ടികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുകയല്ല. അപ്പൊ അത് കുട്ടികൾക്ക് കണ്ടുപോകാം. പക്ഷെ അത് ഇറുത്തെടുത്ത് മാല കൊരുക്കാൻ പറ്റാത്ത വിഷവും പിടിച്ച ഒരവസ്ഥയിൽ സീത പുറത്തു വന്ന് ജനകൻ നോക്കിക്കൊണ്ട് അകത്ത് ഈ കുട്ടികളുടെ ഈ കാര്യവും വിഷമവും കണ്ടു നിൽക്കുമ്പോഴാണ് സീത അകത്തിരിക്കുന്ന ആണുങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാത്ത ശൈവജാവും പോയി ഒറ്റ കയ്യിൽ എടുത്തുകൊണ്ട് വന്ന് 2-3 അമ്പും സംഘടിപ്പിച്ച് ഈ വലിയ ഉയരത്തിൽ നിൽക്കുന്ന പൂക്കളെ മറ്റേതെങ്കിലും വൃക്ഷത്തിലെ തണ്ടിനോ ഇലയ്ക്കോ കേടില്ലാതെ സീത ഈ ശൈവജാപത്തിൽ അമ്പ് കൊടുത്ത് ആ പൂക്കളെ മാത്രമായി കരിക്കില്ലാതെ താഴത്തു വീഴ്ത്തി മാല കോർക്കുന്നു. അവിടെയാണ് ജനകൻ ഇതൊരു സൂചനയാണെന്ന് കാണുന്നത്. ഈ ശൈവജാപം തുലയ്ക്കാൻ കഴിയുന്ന ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പാടവം കൊണ്ട് സംരക്ഷിക്കുകയല്ല വേണ്ടത്. ആ പെൺകുട്ടിയുടെ സൗന്ദര്യവും ചാരിത്യവും പാകതയും പാഠവും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കരുത്തനെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണോ? അങ്ങനെയാണ് ജനകൻ തീരുമാനിക്കുന്നത്. നാരദന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനിക്കുന്നത്. ഈ ശൈവജാപം ഒടിക്കുന്നവന് മാത്രമേ സീതയെ കൊടുക്കൂ. കാരണം അങ്ങനെ ഒരാൾക്ക് സീതയെ സംരക്ഷിക്കാൻ പറ്റൂ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പെൺകുട്ടിയെ ഇപ്പൊ കൊടുക്കുന്നത് ഈ ശൈവജാപം ഒടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ കാലത്തെ ഒരു പ്രതീകമായി കണ്ടാൽ മതി. ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്ന ആളിനെ പെൺകുട്ടിയെ കൊടുക്കുമെന്ന് തീരുമാനിക്കുന്ന എത്ര പിതാക്കന്മാരുണ്ട്, എത്ര രക്ഷകർത്താക്കളുണ്ട്. ഇപ്പൊ നിലവിലെ വിസ്മയെ കൊടുത്തു, വിസ്മയെ മരിക്കേണ്ടി വന്നു. അത് കൊടുക്കുന്നത് ഒരാളുടെ ഉപയോഗം കൊണ്ടല്ല, ഒരാൾക്ക് പെൺകുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പാഠവും ധാർമ്മികതയും കരുത്തും ഉണ്ടെന്ന് ഉറപ്പിച്ച ജനകനെ പോലെ അത്തരം പരീക്ഷണങ്ങളിൽ ജയിക്കുന്നവർക്ക് പെൺകുട്ടിയെ കൊടുക്കാവൂ എന്നൊരു സന്ദേശം കൂടി ജനകനിലൂടെ വാൽമീകി നൽകുന്നു. സീത കളഞ്ഞു കിട്ടിയ ഒരു കുട്ടിയാണ്. പക്ഷേ കളഞ്ഞു കിട്ടിയ ഒരു കുട്ടിയെ എവിടെയും കളയുന്നില്ല ജനകൻ. ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ആ സൗന്ദര്യവും അതിന്റെ എല്ലാ തരത്തിലുള്ള സമ്പത്തും അഴകും ആരോഗ്യവുമെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാൾക്കേ കൊടുക്കൂ എന്ന തീരുമാനം കൊണ്ടാണ് ഈ ശൈവജാപ മത്സരം സംഘടിപ്പിക്കുന്നത്. അതിലാണ് രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും കൂടി അവിടെ വന്ന് രാമൻ ഈ വില്ലെടുത്ത് കൊലച്ച് സീതയെ വരിച്ച് ഒപ്പം അയോധ്യയിൽ ദശരഥനെയും മക്കളെയും എല്ലാം വരുത്തി മറ്റു 3 പെൺകുട്ടികളെ കൂടി ജനകന്റെയും ജനകന്റെ സഹോദരന്മാരുടെയും മക്കളെ കൂടി ഊർമിളയെയും എല്ലാം ഈ 4 പേർക്കുമായി വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. ഇവിടെയെല്ലാം വാൽമീകി മഹത്തായ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ഒരു പെണ്ണിനെ കളഞ്ഞു കിട്ടിയാലും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ജനകനെ പോലെ സംരക്ഷിക്കണം. ഒരു പെൺകുട്ടിയെ ആരെ കയ്യിൽ ഏൽപ്പിക്കണം? രാമനെ പോലെ ഉള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. അതിനെന്താണ് യോഗ്യതയായി കണ്ടെത്തേണ്ടത്? ആ പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള കരുത്തും പാകതയും ധാർമ്മികതയുമാണ് അതിന്റെ ഉത്തരവാദിത്വമായി
നമ്മൾ കണക്കാക്കേണ്ടത്. ഇത് സത്യത്തിൽ കൃത്യമായ ഒരു സന്ദേശമാണ്. ആ കൃത്യമായ സന്ദേശമാണ് സീതയിലും ജനകലിലും ആ മത്സരത്തിലും ശൈവജാപത്തിലും ഒക്കെ കൂടി വാൽമീകി നമുക്ക് നൽകുന്നത്. സീതയും സീതയുടെ സഹോദരിമാരും രാമനും രാമന്റെ സഹോദരന്മാരുമായി വിവാഹം കഴിഞ്ഞ് അയോധ്യയിൽ എത്തിച്ചേർന്നു. അധികാരത്തിന്റെ ഒരു കൈമാറ്റ സമയമാകുമ്പോഴാണ് കൊട്ടാരത്തിനകത്ത് ഒരു ഗൂഢാലോചന രാമനെതിരായി രൂപപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും അധികാരത്തെ അഭിസംബോധന ചെയ്യുന്നത് എത്ര കൃത്യമായിട്ടാണ് വാൽമീകി എന്നത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അധികാരത്തിന്റെ വലിയൊരു പ്രശ്നം, പ്രത്യേകിച്ച് നാടിന്റെ അധികാരത്തിന്റെ പങ്കുവയ്ക്കലിന്റെയും കൈമാറ്റത്തിന്റെയും പ്രശ്നമാണ് ഈ അയോധ്യയിലെ കാര്യത്തിലുള്ള വാൽമീകി നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. അവിടെ ശ്രീരാമനെ പോലെ ഒരാളെ നാടിനെല്ലാം ഇഷ്ടമാണ്, വീട്ടുകാർക്കും ഇഷ്ടമാണ്, സഹോദരങ്ങൾക്കും ഇഷ്ടമാണ്. പക്ഷെ അധികാരം കൈമാറുമ്പോൾ അകത്തൊരു തർക്കം നടക്കുകയാണ്. മന്ധരയിലൂടെയും കൈകേയിലൂടെയും ഒക്കെയാണ് അത് രൂപപ്പെടുന്നതെങ്കിലും ഈ അധികാരത്തിന്റെ കൈമാറ്റത്തിലും അധികാരവുമായി ബന്ധപ്പെട്ട ഇടപാടിലും ലോകത്തിൽ എവിടെയും സംഘർഷം. ആ സംഘർഷം ഉത്പാദിപ്പിക്കുന്ന സങ്കടങ്ങളുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കാട്ടിൽ പോവുകയും നാട്ടിൽ നിൽക്കാതിരിക്കുകയോ അതിന്റെ കണ്ണീർ പുഴകളിൽ വീണു പോവുകയോ കരയിലെത്താതെ ചുഴികളിൽ പെട്ട് താഴ്ന്നു പോവുകയോ ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് വാൽമീകി പറയുകയാണ്. അങ്ങനെയാണ് സീത, രാമൻ, ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. ഒരു മകന്റെ ഉത്തരവാദിത്വം അച്ഛന്റെ കടം വീട്ടുകയാണെന്ന കൃത്യമായ ഒരു സന്ദേശം രാമൻ നൽകുന്നു. അച്ഛന്റെ അധികാരം സ്വീകരിക്കാനല്ല മകന്റെ ജോലി. മകന്റെ ജോലി അച്ഛൻ വരുത്തി വെച്ച തെറ്റോ ശരിയോ ആയ കടം വീട്ടുകയാണ്. മറ്റൊരു സന്ദേശം നൽകുന്നത് ദശരഥൻ രാമന്റെ പുറത്ത് ഒരു കടം സ്വന്തം തെറ്റുകൊണ്ട് വരുത്തി വെക്കുന്നതാണ്, കൈകൈക്ക് കൊടുത്ത വരം കൊണ്ട് വരുത്തി വെക്കുന്നതാണ്. അച്ഛന്മാർ അത്തരം കടങ്ങൾ മക്കളുടെ പുറത്ത് വരുത്തി വെക്കാൻ പാടില്ല എന്നൊരു സന്ദേശം കൂടി വാൽമീകി നൽകുന്നുണ്ട്. ഇനി വരുത്തി വെച്ചാൽ ആ കടം വീട്ടാനുള്ള ഉത്തരവാദിത്വം മകനുണ്ട് എന്നൊരു സന്ദേശം വാൽമീകി നൽകുന്നുണ്ട്. അങ്ങനെയാണ് രാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. സ്വന്തം അധികാരവും അതിന്റെ ആർഭാടങ്ങളും മുഴുവൻ ഉപേക്ഷിച്ച് ഒരു താമസ വേഷം സ്വീകരിച്ച് നിത്യബ്രഹ്മചാര്യത്തിന്റെ പ്രത്യേകതകൾ മുഴുവൻ ഉൾക്കൊണ്ട് കാടുവാസത്തിന് വേണ്ടി രാമൻ പോവുകയാണ്. രാമനോടൊപ്പം സീതയും പോവുകയാണ്. രാമൻ എവിടെ പോയാലും നിഴലുപോലെ പിന്തുടരുന്ന ലക്ഷ്മണനും പോവുകയാണ്. അവർ 3 പേരും കാട്ടിലേക്ക് പോവുകയാണ്. ആ 3 പേരും കാട്ടിലേക്ക് പോയതിനു ശേഷമുള്ള ഒരു കാട് ജീവിതത്തിന്റെ കഥയാണ് വാൽമീകി യവനിലൂടെ പറയുന്നത്. രാമൻ കാട്ടിൽ ഒരുപാട് രാക്ഷസന്മാരെ വധിക്കുന്നുണ്ട്. ഒരുപാട് പേരെ യാഗം മുടക്കുന്നവരെന്ന് പറയുന്ന പൗരോഹിത്യത്തെ സഹായിക്കാനും അവർക്ക് കാവൽ നിൽക്കാനും വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വാൽമീകി എന്തിനാണ് പറയുന്നത്? ആ കാലത്തെ ഒരു വ്യവസ്ഥയെ നമ്മൾ ഓർമ്മപ്പെടുത്താൻ, കാടിലെ ആദിവാസി മുതലുള്ള മറ്റ് ജീവസമൂഹത്തിന്റെ പ്രത്യേകതകൾ നമ്മളോട് പറയുന്നതായിരിക്കാനാണ് സാധ്യത. എന്തായിരുന്നാലും ആ കാട് ജീവിതത്തിന്റെ കാലത്ത് അഴകുള്ള സീത രാമനോടൊപ്പം ഉണ്ടായിരുന്നിട്ടും രാമൻ കാട് ജീവിതത്തിൽ ഒരിക്കലും തന്റെ ബ്രഹ്മചര്യം ഉപേക്ഷിക്കുന്നില്ല, സീതയും ഉപേക്ഷിക്കുന്നില്ല. അത് ഒരുപാട് സന്ദർഭങ്ങളിൽ അവർ അതിമനോഹരമായി വിവരിക്കുന്നു. രാമന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ കാലത്ത് ഏത് പുരാണത്തിലെയും ഏത് ദേവന്മാരുടെയും ഏത് രാജാക്കന്മാരുടെയും കഥകൾ പരിശോധിച്ചാൽ അവർക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായി, ഒരുപാട് സുന്ദരിമാരുമായി അവർ സ്വന്തം അധികാരത്തെ ഒരുതരം ആർഭാടമായി അവർ അഭിനയിച്ചിരുന്നു. പക്ഷെ രാമൻ തീർത്തും വിഭിന്നനായിരുന്നു. രാമൻ അതൊന്നും ചെയ്തില്ല. സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് രാമൻ ലക്ഷ്മണനോടെല്ലാം അതിമനോഹരമായി പറയുന്നുണ്ട്. അത്തരം സുന്ദരിയായ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നില്ല. രാമൻ ഏകാന്തപരമായ ഒരുപാട് സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടും സീതയെ സത്യത്തിൽ കാട്ടിൽ വെച്ച് രാവണന് മുമ്പ് ഉപദ്രവിക്കുന്നത് ദേവേന്ദ്രന്റെ മകനായ ജയന്തനാണ്. ജയന്തൻ കാക്കയുടെ വേഷത്തിൽ വന്ന് സീതയുടെ സൗന്ദര്യം കണ്ട് സീതയുടെ മടിയിൽ ഉറങ്ങുന്ന രാമനെ ശല്യപ്പെടുത്താതെ സീത ഈ ആക്രമണമെല്ലാം സഹിച്ചിരിക്കുകയാണ്.
ആ കാക്ക സീതയുടെ മാറ് പൊട്ടി കിടക്കുകയും ചോര വാർന്ന് രാമന്റെ മുഖത്ത് വീഴുകയും ചെയ്യുമ്പോഴാണ് രാമൻ ഉണർന്നു നോക്കുമ്പോൾ ഇതെല്ലാം സഹിച്ച് സീത ഇരിക്കുന്നതും സീതയെ ആക്രമിക്കുന്ന ഒരു കാക്കയാണെന്ന് അറിയുന്നതും അത് കാക്ക മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ഒരു പുല്ലെടുത്ത് അസ്ത്രമാക്കി അഭിമന്ത്രണം ചെയ്ത് ആ കാക്കയുടെ നേർക്ക് രാമൻ അയക്കുന്നത്. അങ്ങനെയാണ് ആ കാക്ക പറന്ന് ദേവേന്ദ്രന്റെ അടുത്ത് ഉൾപ്പെടെ പോയി അഭയം പ്രാപിച്ചിട്ടും രക്ഷ കിട്ടാതെ അവസാനം അവരെല്ലാം പറഞ്ഞു രാമൻ അയച്ച ബാണം തിരിച്ചു പിടിക്കാൻ രാമനേ കഴിയും, അതുകൊണ്ട് നീ രാമന്റെ മുമ്പിൽ അഭയം പ്രാപിക്കുക. അങ്ങനെ രാമന്റെ മുമ്പിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് രാമൻ പറയുന്നത്, നീ എന്തായിരുന്നാലും ഞാൻ അയച്ച നിന്റെ ഒരു തെറ്റിന്റെ പേരിൽ ഒരു അസ്ത്രം പാഴായി പോകാൻ പാടില്ല. പക്ഷെ നീ ഇങ്ങനെ വന്ന് അഭയം ചോദിച്ചത് കൊണ്ട് നിന്നെ ഞാൻ വധിക്കുകയല്ല, നിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ എന്റെ അസ്ത്രം തറയ്ക്കും. അങ്ങനെയാണ് കാക്കയുടെ ഒരു കണ്ണിൽ അസ്ത്രം തറയ്ക്കുന്നതും അന്ന് മുതലാണ് കാക്കയ്ക്ക് കോങ്കണ്ണുണ്ടായത് എന്ന വിശ്വാസം പ്രചരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു കഥയാണ്, ഇതിന്റെ സന്ദേശം എന്താ? ഇതിന്റെ സന്ദേശം വളരെ പ്രധാനമാണ്. ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പെണ്ണിന് തന്നെ എന്ന് പറയുന്നതിനപ്പുറം ഒരു ആണിന്റെ പാടയം പ്രവർത്തിപ്പിക്കേണ്ടത് ഇവിടെയാണ്. രണ്ട്, പെണ്ണിനെ മിക്കവാറും ശല്യപ്പെടുത്തുന്നത് താഴത്തട്ടിലുള്ളവനായിരിക്കുക. ദേവലോകത്തുള്ളവരും രാജാധികാരത്തിലുള്ളവരും പിന്നെ ശല്യപ്പെടുത്തുന്ന രാവണനാണ്. ഒരുപാട് പാടയമുള്ളവരും അധികാരമുള്ളവരും അതുമായി ബന്ധപ്പെട്ട അഹങ്കാരമുള്ളവരുമായിരിക്കും പെണ്ണിനെ ശല്യപ്പെടുത്തുന്നത്. അപ്പൊ ഇത് കൃത്യമായി വാൽമീകി ഇങ്ങനെ പറയുമ്പോൾ ഈ സൗന്ദര്യമുള്ള പെണ്ണിനെ ജയന്തന് മോഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഈ സൗന്ദര്യമുള്ള പെണ്ണിനെ രാവണന് മോഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കണ്ടവർക്കാർക്കും മോഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കൈവശമുള്ള രാമൻ 14 വർഷക്കാലം, അതിൽ 13 വർഷക്കാലവും രാമന്റെ കൂടെയായിരുന്നു സീത. രാമൻ ബ്രഹ്മചര്യം കൈവിടാതെ സീതയുടെ സൗന്ദര്യവും സീതയുടെ ധാർമ്മികതയും സീതയുടെ അഴകും രാമൻ കാത്തു സൂക്ഷിച്ചു എന്നതാണ്. ആ രാമനും സീതയും ഉറങ്ങുന്ന സമയത്ത് ആ 14 വർഷക്കാലം ഉറങ്ങാതിരിക്കാനുള്ള വരം സ്വീകരിച്ച് ഉറങ്ങാതിരുന്ന് അവര് രണ്ടുപേരെയും കാത്തുരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ലക്ഷ്മണനും നടപ്പാക്കിയെന്നതാണ്. ഇവിടെ ഈ സഹോദര സ്നേഹത്തിന്റെ ലക്ഷ്മണനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മണൻ നല്ല സഹോദരനായിരുന്നു, പക്ഷെ ഊർമിളയെ കൊട്ടാരത്തിലാക്കിയിട്ടാണ് പോകുന്നത്. നല്ല ഭർത്താവായിരുന്നോ എന്ന ചോദ്യമുണ്ട്. അത് രാമനാണെങ്കിലും ആരെ കുറിച്ച് പറയുന്നത് ഒരാൾക്ക് ഒരേ സമയം 2 നല്ലതാവാൻ പറ്റുകയാണ്, ഒരു നല്ലതാവാനേ പറ്റും. ലക്ഷ്മണന് നല്ല സഹോദരനായിരിക്കാൻ പറ്റും, പക്ഷെ ആ സമയം നല്ല ഭർത്താവാൻ പറ്റുകയാണ്. രാമന് ആ പ്രശ്നമുണ്ട്. നല്ല രാജാവായി ഇരിക്കുന്ന രാമന് നല്ല ഭർത്താവായിരിക്കാൻ പറ്റുകയാണ്, പക്ഷെ കാട്ടിൽ രാമന് നല്ല ഭർത്താവായിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ രാമൻ രാജാവല്ല. ഇത്തരം പ്രതിസന്ധികൾ ഒരേ സമയം ഒരാൾക്ക് 2 നന്മകൾ ചേർത്ത് അത് തുല്യമായി ആർക്കും പകുത്തു കൊടുക്കാതെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റാത്ത ധാർമ്മികതയുടെയും ജീവിതത്തിന്റെയും പ്രതിസന്ധികൾ എല്ലാവരുടെ ജീവിതത്തിലും വന്നു ചേരുമെന്നുകൂടി വാൽമീകി പറയുന്നു. ആ കാട്ടിൽ വെച്ചുള്ള ഒരു സംഭവത്തിലാണ് സീതയ്ക്ക് ഒരു മോഹം ഉണ്ടാവുന്നു, സീതയിൽ രാവണനൊരു മോഹം ഉണ്ടാവുന്നു. ഈ 2 മോഹങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സത്യത്തിൽ രാവണന്റെ തന്ത്രം വിജയിക്കുകയാണ്. ഈ മോഹം എന്ന് പറയുന്നതിന്റെ ഒരു വലിയ അർത്ഥം എത്രത്തോളമാണെന്ന് നമുക്ക് പലതിലും ചിലർക്ക് ആഹാരത്തിൽ മോഹം ഉണ്ടാവാം, ആർഭാടത്തിൽ മോഹം ഉണ്ടാവാം, സമ്പത്തിൽ മോഹം ഉണ്ടാവാം, അധികാരത്തിൽ മോഹം ഉണ്ടാവാം, പിന്നെ സൗന്ദര്യത്തിൽ മോഹം ഉണ്ടാവാം. ഏത് മോഹത്തിനും ഒരു മോക്ഷം കിട്ടാതിരിക്കാനുള്ള ദുരന്തത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. സീതയ്ക്കുണ്ടാകുന്ന മോഹം ആ മോഹം ഉണ്ടാക്കുന്നതാണ്. മാരീചൻ വന്ന് മാരായി മുന്നിൽ നിന്ന് കളിയാടുമ്പോൾ സീതയ്ക്കത് കിട്ടണമെന്ന മോഹം ഉണ്ടാവുന്നു. സത്യത്തിൽ സീതയ്ക്ക് കാട്ടിൽ ഒരു താപസ ജീവിതം നയിക്കുകയും ഭർത്താവിന്റെ അനുജനും താപസ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതിയിലാണെങ്കിലും അത്തരം ഒരു മോഹം ഉണ്ടാകാമോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ സീതയ്ക്കുണ്ടാകുന്ന മോഹം സീതയ്ക്കുണ്ടാകുന്ന ഒരു ആപത്തായി മാറും. സീതയിൽ രാവണനൊരു മോഹം ഉണ്ടാവും. ആ മോഹം രാവണനിൽ ഉണ്ടാക്കുന്നത് ശൂർപ്പണയാണ്.
ശൂർപ്പണയ്ക്ക് ഉണ്ടാകാനുള്ള കാര്യം ശൂർപ്പണയ്ക്ക് രാമനിൽ മോഹം ഉണ്ടാകും. രാമനിൽ മോഹം ഉണ്ടായി, രാമൻ ആ മോഹം ലക്ഷ്മണനിലേക്ക് കൈമാറി. ആ ലക്ഷ്മണന് ആ മോഹം നടപ്പാക്കാൻ പറ്റാതിരുന്നപ്പോൾ ഇതിന് കാരണം സീത എന്ന് കരുതിയാണ് ശൂർപ്പണ സീതയെ ആക്രമിക്കുന്നത്. അങ്ങനെയാണ് ശൂർപ്പണയെ വിരൂപയാക്കുന്നത്. ശൂർപ്പണക ചെന്ന് രാവണനെ ഇളക്കാൻ രാവണനോട് പറയുന്നത്, സീതയെപ്പോലെ ഒരു പെണ്ണ് ലോകത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാര്യയാവണം. അതുകൊണ്ട് എന്നെ ഇങ്ങനെ ചെയ്തവരെ നിങ്ങൾ ശിക്ഷിക്കുക, ഒപ്പം സീതയെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയാക്കി നിങ്ങൾ പൂർണ്ണരാവണം. അപ്പൊ രാവണന് സീതയിലൊരു മോഹം ഉണ്ടാവും, രാവണനിലൊരു മോഹം ശൂർപ്പണയ്ക്കുണ്ടാവും, മാരീചനായ മാനിൽ ഒരു മോഹം ഈ സീതയ്ക്കുണ്ടാവും. ഈ എല്ലാ മോഹങ്ങളും കൂടെ ചേർന്ന ദുരന്തമാണ് പിന്നെയുള്ള രാവണ യുദ്ധമായി വികസിക്കുന്ന കഥ. സ്വാഭാവികമായി മോഹത്തിന്റെ അവസാനം സീത മോഹത്തിന്റെ വലയിൽപ്പെട്ട് മാനിനെ തേടി രാമൻ പോയി. മാരീചൻ നിലവിളിച്ചു, അത് രാമശബ്ദത്തിലാണ്. അത് കേട്ട് ലക്ഷ്മണൻ പോയി. ലക്ഷ്മണരേഖ വരച്ചിട്ടിട്ട് സന്യാസി വേഷത്തിൽ വന്ന രാവണന്റെ അരികത്ത് ഭിക്ഷയുമായി ആഹാരവുമായി സീത നിർബന്ധം കൊണ്ടാണെങ്കിലും ലക്ഷ്മണരേഖ കടന്നു പുറത്തു വന്ന് രാവണൻ സീതയെ പുഷ്പവിമാനത്തിൽ തട്ടിക്കൊണ്ടുപോവുകയാണ്. ആ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്താണ് ഒരു പ്രകൃതിയുടെ ഇടപെടൽ വരുന്നത്. സീതയുടെ നിലവിളി കേട്ട് ആദ്യം സീതയെ രക്ഷിക്കാൻ വേണ്ടി പറന്നു പോകുന്നത് ഒരുപാട് പ്രായമുള്ള ജടായു എന്ന പക്ഷിയാണ്. എന്റെ സ്ഥലമായ ചടയമംഗലം ജടായു മംഗലം എന്നാണ്. ഈ രാമായണ കഥയുടെ വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും അതിൽ ബന്ധിപ്പിക്കാൻ തക്ക തരത്തിൽ വാൽമീകി ഒരുപാട് തരത്തിലുള്ള വിരുത് കാണിച്ചിട്ടുള്ള ഒരു കഥയാണ്. എന്തായിരുന്നാലും ഒരു പക്ഷിയാണ് ആദ്യം സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണനെതിരായ പോരാട്ടത്തിൽ എതിർപ്പുയർത്തി തടയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പക്ഷിക്ക് ഒരു മഹത്വം വാൽമീകി കൊടുത്തത് എന്നാലോചിക്കണം. അവിടെയാണ് മനുഷ്യന്റെ പ്രകൃതിപക്ഷ ചിന്തകൾ ഉയരേണ്ടതിന്റെ ആവശ്യകത പറയുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ അയൽവക്കക്കാരനായ അതിഥി മാത്രമല്ല, അതിനു മുമ്പേ രാവിലെ നമ്മളെ വിളിച്ചുണർത്താൻ വരുന്ന ഒരു കാക്ക നമ്മുടെ ബന്ധുവാണ്. നമ്മുടെ വീട്ടിലെ പശു നമ്മുടെ ബന്ധുവാണ്. നമ്മുടെ വീട്ടിലെ മരം നമ്മുടെ ബന്ധുവാണ്. അതിലെ പൂക്കൾ, ആ പൂക്കളിലെ തേൻ കുടിക്കാൻ വരുന്ന ചിത്രശലഭങ്ങൾ എല്ലാം നമ്മുടെ ബന്ധുക്കളാണ്. ഇത് രാമായണത്തിൽ എത്ര ഭംഗിയായാണ് വാൽമീകി വരച്ച് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചില പ്രതീകങ്ങളെയാണ് വാൽമീകി സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ജടായു എന്ന പക്ഷി. ജടായു എന്ന പക്ഷി ഈ സീതയുടെ നിലവിളി കേട്ട് പറന്നുയർന്ന് രാവണന്റെ വിമാനത്തെ തടയുകയാണ്. രാവണനോട് ഏറ്റുമുട്ടുകയാണ്. സീതയെ വിട്ടുകൊടുക്കണമെന്ന് രാവണനോട് അഭ്യർത്ഥിക്കുകയും പിന്നെ അപേക്ഷിക്കുകയും അവസാനം നീ ഇതിനെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. പക്ഷെ രാവണൻ അതിനകത്തിരുന്നു തന്നെ തന്റെ വാളുകൊണ്ട് പക്ഷിയുടെ ചിറകരിഞ്ഞ് പക്ഷിക്ക് പറക്കാൻ കഴിയാതെ താഴെ വീണു. ആ പക്ഷി മരണത്തിലേക്ക് പോവുകയാണ്. രാമനെയും ലക്ഷ്മണനെയും കണ്ടതിന് ശേഷമാണ് ജടായു മരിക്കുന്നത്. പക്ഷെ ഒരു പക്ഷിയാണ് സീതയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷി. എന്തിനാണ് ഒരു പക്ഷിയെ ആദ്യത്തെ രക്തസാക്ഷിയാക്കുന്നത്? ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ ചാരുതയാണ് സത്യത്തിൽ ജീവിതത്തിന്റെ മനോഹാരിതയായി വികസിക്കുന്നത്. മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയല്ല ജീവിതം. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചാരുതയാണ് ഈ പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ നിർവചനം. അത് കൃത്യമായി ജടായുവിലൂടെ പറയുകയാണ്. ജടായുവിന് സത്യത്തിൽ അപ്പം പോയി രാവണന്റെ വെട്ടേറ്റ് ചിറകഴിഞ്ഞ് വീണ് മരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ പ്രകൃതിയിൽ ഒരു ഉത്തരവാദിത്വം. ഒരു പക്ഷി പ്രണയിച്ചിരിക്കുമ്പോൾ ഒന്നിനെ വേണം കൊന്നതിന്റെ പേരിലാണ് മനുഷ്യത പാടുന്നത് ഋഷി. എന്നാൽ ആ പക്ഷി പ്രണയമാണെങ്കിൽ രാവണനിൽ നിന്ന് സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണനെതിരെ ഏറ്റുമുട്ടി രാവണൻ ഒരു കാട്ടാള സ്വഭാവം കാട്ടി അതിന്റെ ചിറകരിഞ്ഞ് വീഴ്ത്തുമ്പോഴാണ് സീതയ്ക്ക് വേണ്ടിയുള്ള ആദ്യ രക്തസാക്ഷിയാവുന്നതും
ഒരു മനുഷ്യനല്ല, ഒരു പക്ഷിയാണ്. അപ്പൊ ഈ പക്ഷിയുടെ കഥ ഇങ്ങനെ കൃത്യമായി നമ്മളോട് പറയുന്നത് നമുക്ക് ഈ പക്ഷികളുടെ മഹത്വത്തിൽ കാണാൻ പറ്റുന്നില്ല എന്നതാണ്. പക്ഷികളുടെ വലിയൊരു പ്രത്യേകത, പക്ഷികൾക്ക് പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല. പക്ഷികൾക്ക് സ്വാതന്ത്ര്യം വിശാലമാണ്. പക്ഷികളുടെ സ്വാതന്ത്ര്യം ആകാശത്തിലെ സ്വാതന്ത്ര്യമാണ്, ഭൂമിയിലെ സ്വാതന്ത്ര്യമാണ്, മരങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഈ ഒരുപക്ഷെ ദേശാടനം നടത്തിപ്പോയി ആഹാരം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമുള്ള ജീവികൾ പക്ഷികളാണ്. ആ പക്ഷികളുടെ സ്വാതന്ത്ര്യം ഇത്രയാണെന്ന് മനസ്സിലാക്കി ആ പക്ഷികളുമായിട്ടും ജീവസമൂഹവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുണ്ട് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ, മനുഷ്യനേക്കാൾ മഹത്വം ഈ പക്ഷികൾക്കുണ്ടെന്നും മറ്റ് ജീവസമൂഹത്തിനുണ്ടെന്നും ഒരു ബോധ്യപ്പെടുത്തൽ ഈ ജടായുവിന്റെ രക്തസാക്ഷിത്വ വിവരണത്തിലൂടെ വാൽമീകി എന്ന ഋഷിയായ കവി കൃത്യമായി നടത്തുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞാണ് കടലിലെ ഒരു ദ്വീപിൽ ഒരു നഗരരാഷ്ട്രം സ്ഥാപിച്ച്, ആ കാലത്തെ അമരാവതി കഴിഞ്ഞാൽ, ദേവേന്ദ്രന്റെ അമരാവതി കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ നഗരം ലങ്കയാണ്. ലങ്കയിൽ വാഴുന്ന രാവണൻ ലങ്കയിൽ സീതയെ കൊണ്ടുപോകുന്നത്. സീതയെ അവിടെ എത്തുമ്പോഴാണ് സീതയുടെ ഒരു പ്രകൃതിപക്ഷ സമീപനം വാൽമീകി കൃത്യമായി വരച്ചു കാണിക്കുന്നത്. സീതയെ കൊണ്ടുപോകുന്നതിൽ 10 നിലയുള്ള രാജാവിന്റെ കൊട്ടാരത്തിലും അവിടത്തെ ആർഭാടത്തിലും സ്വർണത്തിലും വജ്രത്തിലും മുത്തിലും പവിഴത്തിലും എല്ലാം സീതയ്ക്ക് അർഹതപ്പെട്ടതല്ല, സർവ്വതും സീതയുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. പക്ഷെ സീത തെരഞ്ഞെടുക്കുന്നത് കൊട്ടാരത്തിനകത്ത് ഏതെങ്കിലും ആർഭാടങ്ങളിൽ മുഴുകി കഴിയാനല്ല, കൊട്ടാരത്തിന് അരികത്ത് കഴിയാനല്ല. സീത തീരുമാനിക്കുന്നത് ലങ്കയിലുള്ള വലിയൊരു ഉദ്യാനത്തിലെ വലിയൊരു വൃക്ഷമായ ശിംശവാ വൃക്ഷ ചുവട്ടിൽ ഇരിക്കാനാണ്. സീത എപ്പോഴും പ്രകൃതിപക്ഷ ജീവിതം നയിച്ചയാളാണ്. സീതയുടെ ഒരു പ്രത്യേക ജീവിതം, സീതയുടെ ജീവിതം ഒരിക്കലും ഒരുപാട് കാലം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ആദ്യം മണ്ണിൽ നിന്ന് പിന്നെ കൊട്ടാരത്തിലേക്ക്, അത് കഴിഞ്ഞ് അയോധ്യയിലേക്ക്, പിന്നെ കാട്ടിലേക്ക്, പിന്നെ ലങ്കയിലേക്ക്, ലങ്കയിൽ ശിംശവാ വൃക്ഷ ചുവട്ടിലേക്ക്, പിന്നെ തിരിച്ച് അയോധ്യയിലേക്ക്, അയോധ്യയിലും ഗർഭിണിയായിരിക്കുമ്പോൾ പിന്നെ കാട്ടിലേക്ക്. അങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രകൃതിയിൽ നിന്നൊരിക്കലും മാറാതെ ജീവിച്ച ഒരാളാണ് സീത. സീത ലങ്കയിലും കാണിക്കുന്ന ഒരു മാതൃക. കൊട്ടാരത്തിനകത്തെ ആർഭാടങ്ങളിൽ സീത മുഴുകുന്നേയില്ല. പക്ഷേ സീത സഹോദരിയെ പോലെ കരുതുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ, കവി തന്നെ പറയുന്നത് അവർ ഇരിക്കുന്നത് എന്നാൽ 2 മരം നിൽക്കുന്നത് പോലാണ്, അല്ലെങ്കിൽ 2 മരം ഇരിക്കുന്നത് പോലാണ്. പ്രകൃതിയിലെ 2 സജീവ വസ്തുക്കൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് പോലാണ് സീത ശിംശവാ വൃക്ഷ ചുവട്ടിൽ ഇരിക്കുന്നത്. ഇത് സീതയുടെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ അർത്ഥം സീതയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ ജനകന് കഴിഞ്ഞില്ല, രാമന് കഴിഞ്ഞില്ല, രാവണന് കഴിഞ്ഞില്ല, ഒരു അധികാരത്തിനും കഴിഞ്ഞില്ല. സീതയുടെ സ്വാതന്ത്ര്യം സീത എല്ലായ്പ്പോഴും രാവണനിൽ നിന്നും രാമനിൽ നിന്നും മറ്റ് പലരിൽ നിന്നും സ്വയം കാത്തു സൂക്ഷിച്ച ഒരു സ്ത്രീ സ്വാതന്ത്ര്യം ഒരിക്കലും ആർക്കും അടിയറ വെക്കാതെ ഒരു കഥാപാത്രം ലോക സാഹിത്യത്തിൽ ഈ വാൽമീകി വരച്ചിട്ടതുപോലെ വരച്ചിട്ട സീതയുടെ ജീവിതം പോലെ മറ്റൊരു ജീവിതമില്ല. അതുകൊണ്ടാണ് സീത ലങ്കയിലും ഒരു മരത്തിന്റെ ബന്ധുവായിരുന്നു. ആ മരത്തിന്റെ സ്വാതന്ത്ര്യം പോലെ സീതയും സീതയുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിച്ചു. സീതയെ വീണ്ടെടുക്കാനുള്ള ശ്രീരാമന്റെ പരിശ്രമം ആ കാലത്തല്ലേ ഒരു കാലത്തെയും ഒരു യുദ്ധ സംവിധാനത്തിലെ ഏറ്റവും ചാരുതയുള്ള ഒരു മുന്നണി സംവിധാനത്തിന്റെ രൂപീകരണത്തിലേക്ക് എത്തുകയാണ്. ശ്രീരാമൻ കാട്ടിലാണ് ജീവിക്കുന്നത്. കാട്ടിൽ നിന്നാണ് സീതയെ നഷ്ടമാവുന്നത്. വേണമെങ്കിൽ ശ്രീരാമന് വിദേഹ രാജ്യത്തിലെയോ അംഗരാജ്യത്തിലെയോ അല്ലെങ്കിൽ അയോധ്യയിലെയോ മറ്റേതെങ്കിലും രാജ്യത്തിലെയോ സൈന്യങ്ങളുടെ സഹായം സീതയെ വീണ്ടെടുക്കുന്നതിന് തേടാവുന്നതാണ്. പക്ഷെ രാമൻ അതൊന്നും തേടുന്നില്ല. രാമൻ കാട്ടിലുള്ള കിഷ്കിന്ധയിലെയും സുഗ്രീവനുമായും ഹനുമാനുമായും ബന്ധപ്പെട്ടവരുമായും ഒരു മുന്നണി സംവിധാനത്തിൽ ഏർപ്പെടുകയാണ്. ആ മുന്നണി സംവിധാനത്തിൽ സ്വാഭാവികമായി
രാമനും സുഗ്രീവനും ഒരേ തരത്തിലുള്ള സങ്കടങ്ങളും ആവശ്യങ്ങളും. സുഗ്രീവന് തന്നിൽ നിന്ന് അധികാരം തട്ടിപ്പറിച്ചെടുത്താൽ തന്റെ ഭാര്യയും നഷ്ടപ്പെട്ട തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള ഒരു സഹായം സുഗ്രീവന് ആവശ്യമാണ്. രാമനാണെങ്കിൽ കാലിന്റെ വഴികളും മലയുടെ പ്രത്യേകതകളും സീതയെ വീണ്ടെടുക്കാനുള്ള ആ കാര്യത്തിലുള്ള കഴിവുകളുമെല്ലാം സഹായിക്കാൻ തക്ക തരത്തിൽ കിട്ടാവുന്ന സുഗ്രീവന്റെയും സുഗ്രീവ സൈന്യത്തിന്റെയും സഹായം സീതയെ വീണ്ടെടുക്കുന്നതിന് രാമന് ആവശ്യമായിരുന്നു. അപ്പൊ ഒരുപോലുള്ള രണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവർ ഒരുമിച്ച് ചെയ്യുക. ആ ഒരുമിച്ച് ചെയ്യുന്നതിന് ശ്രീരാമൻ ചെയ്യുന്നത് സുഗ്രീവന്റെ അധികാരം അപഹരിച്ച് ഭാര്യയെയും സ്വന്തമാക്കി സൂക്ഷിക്കുന്ന ഭാര്യയെ വധിക്കുക എന്നതാണ്. അവിടെ തീർച്ചയായിട്ടും ഇന്ത്യൻ സംസ്കാരത്തിന്റെ വെളിപാട് രേഖ നമ്മുടെ മുമ്പിൽ വാൽമീകി വിവരിക്കുന്നതാണ്. ഭാര്യ അതിശക്തനാണ്. ഭാര്യയെ നേരിട്ട് ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റുകയാണ്. ഭാര്യയെ ശ്രീരാമൻ സുഗ്രീവനുമായിട്ടുള്ള യുദ്ധം നടത്തുന്ന സമയത്ത് സുഗ്രീവന്റെ തന്നെ കരുത്തിൽ ഒരു ഗജപുഷ്പം ആരയിട്ട് അടയാളം കൃത്യമായി മനസ്സിലാക്കി ഒരു കുട്ടിക്കാട്ടിന് അരികത്ത് വളർന്നു നിൽക്കുന്ന ഒരു മരത്തിന്റെ മറവിലിരുന്ന് അമ്പയിൽ ഭാര്യയെ വധിക്കുകയാണ്. ഇവിടെ ഒരു അധികാരത്തിന്റെ തർക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ അയോധ്യയിലുണ്ടായ തർക്കം പോലല്ല. അതിന്റെ ധാരണകളെ അതുമായി ബന്ധപ്പെട്ടതല്ല. അവിടുത്തെ അധികാരം തന്നെ നാട്ടിലെ അധികാരത്തോടെ അത്ര വലുതല്ല. പക്ഷെ അവിടെ താലി അധികാരത്തിന്റെ അധാർമികമായ ഒരു പ്രതിരൂപമായി മാറുന്നുണ്ട്. അത്തരപ്പെട്ട ഒരു അധികാരം സുഗ്രീവന് വീണ്ടെടുത്ത് കൊടുക്കുന്നത് ഒരു ധാർമ്മികതയും നിലനിർത്തുന്നുണ്ട്. എന്തായിരുന്നാലും രാമൻ അങ്ങനെ വീണ്ടെടുത്ത് കൊടുത്താണ് സുഗ്രീവനുമായിട്ടൊരു സന്ധ്യ ഉണ്ടാവുന്നത്. പക്ഷെ സുഗ്രീവന്റെ ഏറ്റവും വലിയ കരുത്തൻ രാജാവല്ല, സുഗ്രീവനെ സഹായിക്കുന്ന മന്ത്രിയാണ് ഹനുമാനാണ്. ഹനുമാന്റെ സഹായത്തോടാണ് സത്യത്തിൽ പിന്നെ ആ യുദ്ധത്തിന്റെ വിജയ വഴികളെല്ലാം തുറക്കുന്നത്. ആ സഹായത്തോടു കൂടിയാണ് ഹനുമാൻ ആദ്യം ലങ്കയിൽ മുഴുവനായി എത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സന്നാഹമായി എത്താൻ വേണ്ടിയുള്ള അവരുടെ സഹായത്തോട് കടലിൽ തന്നെ ഒരു പാലം ഉണ്ടാവുന്നു. അതിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ ആദ്യം ഉണ്ടാവുന്ന കടൽപ്പാലം സൃഷ്ടിക്കുന്നത് അക്കരെ ഇക്കരെ യാത്ര നടത്താനല്ല, ഒരു പെണ്ണിന്റെ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനാണ്. ധാർമ്മികമായി ഒരു പക്ഷത്തിന് മറുപക്ഷത്തിന്റെ മേൽ വിജയം നേടാൻ കടലിലൂടെ ഒരു പാലം വേണ്ടതാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ അധ്വാനത്തിന്റെ ഫലമായി കടലിൽ ഒരു പാലം രൂപപ്പെടുകയാണ്. അന്നാളക്കണ്ണിൽ ഉൾപ്പെടെ ചെറുതും വലുതുമായ ജീവകാലങ്ങൾ ഉൾപ്പെടെ. പക്ഷെ ആ പാലത്തിന്റെ എഞ്ചിനീയർമാർ മുഴുവൻ വാനന്മാരും അറിയപ്പെടുന്ന കൃഷ്ണന്റെ മനുഷ്യരാണ്. അവരുടെ എഞ്ചിനീയറിംഗ് വിദ്യ പാഠവുമാണ് ഇങ്ങനെ ഒരു കടൽപ്പാലം രൂപപ്പെടുന്നത്. അതിൽ നളൻ എന്ന് പറയുന്ന ഏത് ചുടുകട്ട ഉണ്ടാക്കി കടൽ വിട്ടാലും വെള്ളത്തിൽ താഴ്ന്നു പോകാതിരിക്കാൻ തക്ക തരത്തിലുള്ള പാഠവും പ്രദർശിപ്പിക്കുന്ന ഒരാളുടെ കരുത്തു കൂടി ചേർന്നാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാനം ഒരുമിച്ച് കൂട്ടി അതിൽ മനുഷ്യരല്ലാത്തവരുമെല്ലാം ചേർന്ന് ഒരു സ്ത്രീയുടെ മാനം വീണ്ടെടുക്കാനും ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ഇടത്തുനിന്ന് അവർ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുമുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്നത്. അങ്ങനെയാണ് എവിടെ പോയി രാവണനെ വധിക്കുക വരെ അവസാനം ചെയ്തത്. അതിനിടയിൽ യുദ്ധത്തിന്റെ പിന്നെ ഒരുപാട് തരത്തിൽ നമ്മുടെ മുമ്പിൽ വിവരിച്ചതായ കാര്യങ്ങൾ മുഴുവനും ആയിരക്കണക്കിന് പ്രേമന്മാരുടെയും മനുഷ്യരുടെയും രാഷ്ട്രങ്ങളുടെയും വാദങ്ങളിലൂടെ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും അവസാനം രാമൻ രാവണനെ വധിക്കുകയാണ്. രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുകയാണ്. സീതയെ വീണ്ടെടുക്കുമ്പോഴാണ് സത്യത്തിൽ രാമന്റെ സംശയത്തിന്റെ ഒരു മാനസികാവസ്ഥ, രാമന്റെ മനസ്സിൽ ധാർമ്മികതയുടെ വെളിച്ചമല്ലാതെ സംശയത്തിന്റെ ഒരു ഇരുട്ടുകൂടി വാൽമീകി നമുക്ക് പ്രകടമാക്കി തരുന്നത്. ഇത് സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നത്, അങ്ങനെ ചെയ്താലേ രാമനേക്കാൾ മുമ്പിൽ സീതയ്ക്ക് എത്താൻ പറ്റും. സീത സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ
ആണിന്റെ പിറകിലല്ല ലോകത്തിലെ സ്ത്രീ, ലോകത്ത് ആണിന്റെ മുമ്പിലാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. ബാക്കി എത്രത്തോളം സ്ത്രീപക്ഷവാദിയാണെന്ന് ഒരു ഋഷിയായ ആളിങ്ങനെ മനുഷ്യ സമൂഹത്തെ മുഴുവൻ നോക്കിക്കാണുമ്പോൾ പ്രകൃതിപക്ഷമാകുന്നത് എങ്ങനെയെന്ന്, സ്ത്രീപക്ഷമാകുന്നത് എങ്ങനെയെന്ന്, മനുഷ്യപക്ഷമാകുന്നത് എങ്ങനെയെന്ന്, ധാർമ്മിക പക്ഷമാകുന്നത് എങ്ങനെയെന്ന് നമ്മെ കാണിച്ചു വരുന്നു. അവസാനം ഇപ്പുറത്ത് ചേർന്ന വിഭീഷണന്റെ കയ്യിൽ അധികാരം ഏൽപ്പിച്ച് സീതയെ രാമൻ സ്വീകരിക്കാൻ തയ്യാറായി. സീതയോട് കടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അണിഞ്ഞൊരുങ്ങി തന്റെ അടുത്ത് വരാൻ രാമൻ ആവശ്യപ്പെടുകയാണ്. സീത ഒരുങ്ങി എത്തുന്ന സമയത്ത് ലങ്കാവാസികളായ സ്ത്രീകളും കുട്ടികളും മുഴുവൻ ബാക്കി ഒരുപാട് മരിച്ചു പോയിരുന്നു. സീതയെ ഒരു നോക്ക് കാണാനുള്ള കൊതി കൊണ്ട് വഴിയിരിക്കും ഇങ്ങനെ വളരെ വലിയ തരത്തിൽ ആൾക്കൂട്ടമായി സീതയെ കാണാൻ കാത്തു നിൽക്കുകയാണ്. അവരുടെ എല്ലാം മനസ്സിൽ സീത ദേവിയാണ്. സീത അവർ അതുവരെ കണ്ടിട്ടില്ലാത്ത എല്ലാ തരത്തിലുള്ള ധാർമ്മിക സ്വഭാവങ്ങളുടെയും ചാരുതയാർന്ന മുഖമാണ്. അവർ എത്രത്തോളം ഉയർന്ന തരത്തിൽ ഒരു സ്ത്രീ സങ്കല്പം സീത ഇങ്ങനെ ഒരുങ്ങിയെത്തുമ്പോൾ എല്ലാവരും ആഹ്ലാദത്തിന്റെ ഒരു ചാരുത, വളരെ മനോഹാരിത തീർത്ത് സീതയെ ആരാധനയോടെ നോക്കി നിൽക്കുകയാണ്. അവിടെ ഒരാൾക്ക് മാത്രമാണ് സീത ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ ആഹ്ലാദം സൃഷ്ടിക്കുന്ന അന്തരീക്ഷത്തില് സംശയത്തിന്റെ ഒരു രീതി മനസ്സിൽ പരന്നു നിൽക്കുന്നത്. അത് ശ്രീരാമനില്ല. ഇത് വാൽമീകി എന്തിന് ഇത്ര മനോഹരമായി പറയുന്നു എന്ന് നമുക്ക് ആശ്ചര്യം തോന്നാം. അവിടെയാണ് ഒരു പുരുഷ മനസ്സിനെ, ആ പുരുഷ മനസ്സിൽ രാമനാണെങ്കിലും സ്ത്രീയോടുള്ളത് രണ്ട് വികാരമാണ്. ഒന്ന് മോഹമാണ്, രണ്ട് സംശയമാണ്. ഇത് പുരുഷനിൽ ഒരുപക്ഷെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തതും പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരുപക്ഷെ മനുഷ്യ സംസ്കാരത്തിന്റെ തുടക്കം മുതൽ മനുഷ്യ കൂട്ടായ്മ രൂപപ്പെട്ടത് മുതൽ സ്ത്രീകളോട് ഈ രണ്ട് സമീപനത്തിൽ നിന്ന് മനുഷ്യന് മാറാൻ പറ്റുകയാണ്. ഒന്ന് മോഹമാണ്, രണ്ട് സംശയമാണ്. ശ്രീരാമൻ സീതയോട് മോഹമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. രാമന് സീതയോട് മോഹം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ രാവണൻ നിരാശനായാണ് ഇരിക്കുന്നത്. ശ്രീരാമന് സീതയോട് മോഹം കഴിഞ്ഞ് സീതയെ കിട്ടാനുള്ള ശ്രീരാമൻ എന്ന് പറയുന്നത് തന്റെ അഭിമാനം സംരക്ഷിക്കാനാണ് സീതയെ വീണ്ടെടുത്തതെന്നാണ്. സീത വന്നു ചെയ്യുമ്പോൾ രാമൻ സീതയുടെ ഈ കുലീനത്വവും സൗന്ദര്യവും, സീത താമസിയായ ഒരു ജീവിതം കാട്ടിൽ 14 വർഷം നയിച്ചത്, ബാക്കി കുറച്ചു കാലം ഈ 14 വർഷത്തിൽ രാവണന്റെ കോട്ടയിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ ജീവിച്ചതിൽ രാമന് ഒരു സംശയം തോന്നുകയാണ്. ഒരു സ്ത്രീ വെമ്പനായ, ഒരുപാട് അഹങ്കാരമുള്ള ദേവസ്ത്രീകൾ ഉൾപ്പെടെ ബ്രാഹ്മണ സ്ത്രീകൾ ഉൾപ്പെടെ എത്രയോ സ്ത്രീകളെ വശപ്പെടുത്തിയ, അവരെല്ലാം കീഴ്പ്പെടുത്തിയ ചില ഭാര്യമാരായ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചുൾപ്പെടെ ഇഷ്ടത്തോടെ രാവണനുമായി അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളിന്റെ കൊട്ടാരത്തിൽ, ലോകത്തെ ഏറ്റവും വലിയ നഗരത്തിൽ 10 തലയുള്ള അത്രയും അധികാരമുള്ള ഒരാളിന്റെ കീഴിൽ സീത വിശുദ്ധയായിരുന്നു എന്ന സംശയം രാമനുണ്ട്. അതുകൊണ്ട് രാമൻ സീതയോട് പറയുന്നത്, നിന്നെ ഞാൻ വീണ്ടെടുക്കും, നീ സ്വതന്ത്രയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ട വഴി നിനക്ക് സ്വീകരിക്കാമെന്നാണ്. അവിടെ ബാക്കി എല്ലാവരും, ഹനുമാൻ ഉൾപ്പെടെ, സുഗ്രീവൻ ഉൾപ്പെടെ, കുരങ്ങന്മാർ ഉൾപ്പെടെ, അവരുടെ രാക്ഷസന്മാരുൾപ്പെടെ, രാക്ഷസികൾ ഉൾപ്പെടെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അക്ഷരാർത്ഥത്തിൽ അവർ അന്തരന്നു പോവുകയാണ്. അവിടെയാണ് സീത രാമന്റെ മുമ്പിൽ ഈ ജലസാഗരത്തിന്റെ സാന്നിധ്യത്തിൽ അഗ്നി ചുറ്റി വരുത്തേണ്ടി വരുന്നത്. ഇത് സത്യത്തിൽ പുരുഷന് ബാധ്യതമാണ്. ഒരു പുരുഷനും നിഷ്കളങ്കനല്ല, ഒരു പുരുഷന് ഏതെങ്കിലും തരത്തിൽ മനസ്സുകൊണ്ട് ബന്ധപ്പെടാത്തവനല്ല. പക്ഷെ ഒരു പുരുഷൻ സംശയിക്കാൻ അവകാശമുള്ളവൻ, ഒരു സീത ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്വന്തം ശുദ്ധി തെളിയിക്കാൻ അഗ്നിപ്രവേശം നടത്തേണ്ടി വരുന്ന ഒരു അന്തരീക്ഷം വാൽമീകി എന്തിനവിടെ നമുക്ക് മുമ്പിൽ തന്നത് തീർച്ചയായിട്ടും ഒരു വലിയ സന്ദേശമാണ്, ഒരു വലിയ ദർശനമാണ്. സീത രാമന്റെ നിർദ്ദേശം അംഗീകരിച്ച് അഗ്നി കൂട്ടി അതിലൂടെ നടന്ന് തീനാമ്പുകൾക്ക് പോലും തൊടാൻ കഴിയാത്തത്ര വിശുദ്ധിയുള്ള
അതിനേക്കാൾ തിളക്കമുള്ള, അതിനേക്കാൾ ശുദ്ധിയുള്ള ഒരാളാണ് താനെന്ന് തെളിയിച്ച് പുറത്തു വരികയാണ്. ഈ പുരുഷ സംശയത്തിന്റെ എല്ലാ കാലത്തുമുള്ള ഈ അസഹിഷ്ണുത, ഈ അസ്വീകാര്യത ഒരിക്കലും ഇന്നും പുരുഷനിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അപ്പൊ സീത അഗ്നിശുദ്ധിയെ നിരത്തി തിരിച്ചു വന്ന് സീതയെയും കൂട്ടി രാമൻ വിമാനത്തിൽ ഹനുമാനോടുകൂടി സാന്നിധ്യത്തിൽ അയോധ്യയിലേക്ക് വരികയാണ്. ഈ രാവണന്റെയും ഹനുമാന്റെയും സീതയുടെയും ദശരഥന്റെയും ജനകന്റെയും എല്ലാം കഥ പറഞ്ഞു പോകുമ്പോൾ ഈ കഥയിലൂടെ തീർച്ചയായിട്ടും വാൽമീകി കൊണ്ടുവയ്ക്കുന്ന ആ കാലത്ത് നിലനിന്ന ചില സാമൂഹ്യ സാഹചര്യങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. ഈ കൃത്യതയുള്ള മനുഷ്യരാരായിരുന്നു? അവർ ദ്രാവിഡരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ ഉൾക്കൊണ്ട മനുഷ്യരാണ്. ഈ ദേവന്മാരാരായിരുന്നു? അവർ എവിടെയാണ് വസിച്ചിരുന്നത്? ഈ മനുഷ്യർ നാട്ടിൽ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ആ മനുഷ്യരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ അധികാരവുമായി ബന്ധപ്പെട്ട് കാട്ടിലും നാട്ടിലും നഗരത്തിലും ഈ അധികാരം എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്, തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇതെല്ലാം ഈ ഇതിഹാസത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള ചരിത്രത്തെ കൂടി സാക്ഷ്യപ്പെടുത്തി കുറച്ചുകൂടെ ഗവേഷണപരമായി പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു കാര്യം വളരെ പ്രധാനമാണ്. രാമന്റെ കഥ നമ്മളോട് പറഞ്ഞു വന്ന് വാൽമീകി അവസാനം രാമൻ മറികടന്ന് സീതയെ മുമ്പിൽ നിർത്തി കഥ പറയേണ്ടി വന്നു. ഈ നാടിന്റെയും കാടിന്റെയും നഗരത്തിന്റെയും കഥ, ആ മൂന്നകത്തോളം ധാർമ്മികതയുടെയും അധികാരബന്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും കഥ നമ്മളോട് വാൽമീകി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ആ സാഹചര്യങ്ങളിലും ശംഭുവിലെന്ന് പറയുന്ന സുഹൃത്തിന്റെ അറിവ് നേടാൻ ശ്രമിച്ചത് ഇഷ്ടപ്പെടാത്ത ബ്രാഹ്മണന്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ശംഭുവിനെ വധിക്കേണ്ടി വരും. അത് ഒരു പ്രശ്നം ഇന്ത്യയിൽ ഉൾപ്പെടെ 10-100 വർഷം മുമ്പ് കേരളത്തിൽ ഉൾപ്പെടെ പ്രധാനമായിരുന്നു. അതായത് അറിവ് നേടാൻ ആരും ശ്രമിക്കുന്നത് ഇഷ്ടമല്ല. അറിവ് നേടിയാൽ ബ്രാഹ്മണത്വം നേർന്നു പോകും. അതുകൊണ്ട് സംസ്കൃതമായി പഠിക്കാൻ പാടില്ല. അത് ദൈവഭാഷയാണ്. ഇങ്ങനെയെല്ലാം സ്വരൂപിച്ചു വെച്ച ഒരു കാലത്തിന്റെ ഒരു പ്രതിനിധിയെ നമുക്ക് കാണിച്ചു തരണമെന്ന് അയാളെ വധിക്കാനുള്ള പൗരോഹിത്യ നിർദ്ദേശം നടപ്പാക്കാൻ ശ്രീരാമനെ പോലെ ഒരാളാണെങ്കിലും ഒരു രാജാവ് നിർബന്ധിതമായിരുന്നു എന്ന് നമ്മളോട് പറയാൻ വാൽമീകി എന്തിനാണ് ശ്രമിച്ചത്? തീർച്ചയായിട്ടും ഇത് വലിയൊരു സന്ദേശമാണ്. അതായത് ഒരു കാലത്തെ കഥ പറയുമ്പോൾ ആ കാലത്ത് ചില പ്രത്യേകതകളിൽ കൂടി, ചില ആ പ്രത്യേകതകളിൽ പെട്ടുവെക്കുന്ന മനുഷ്യന്റെ സാമൂഹ്യാവസ്ഥയിലെ പാതാളത്തിലും താങ്ങുന്ന അവസരങ്ങൾ കൂടി പറയണമെന്ന് വാൽമീകിക്കും വ്യാസനും നിർബന്ധമുണ്ടായി. അതുകൊണ്ടാണ് ഏവരത്തിന്റെ കഥയും തിരുവല്ലയും റൗത്തരന്റെയും കഥയും ഇവിടെ ശംഭുവിന്റെ കഥയുമല്ല വാൽമീകിക്ക് പറയേണ്ടി വന്നു. ഇവിടെ ഒരു പ്രശ്നം, സീതയെ ഇത്ര മഹത്വപൂർണമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സുമാസാർ പറഞ്ഞതുപോലെ സീത അക്ഷരാർത്ഥത്തിൽ ഒരു ബാസ്റ്റാണ്, വിലാസമില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. വിലാസമില്ലാത്ത ആ പെൺകുട്ടിയാണ് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ലോക സാഹിത്യത്തിൽ ഇത്രത്തോളം വിശുദ്ധിയുള്ള, ഇത്രത്തോളം ഉയരമുള്ള, ഇത്രത്തോളം ശോഭയുള്ള മറ്റൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത്, സീത ആകാശത്ത് മാത്രം കാണാൻ കഴിയുന്ന അർത്ഥത്തിൽ ഉയരമുള്ളിടത്ത് നിൽക്കുന്ന ഒരു പൂവാണ്. നമുക്ക് കണ്ടുപോകാനേ പറ്റൂ, കൊണ്ടുപോകാൻ പറ്റുകയാണ്. ഒരുപാട് രാമന്മാർ ഇനിയും ഉണ്ടാവാം, പക്ഷേ സീത വേറൊന്നും ഉണ്ടാവില്ല. അത്ര ഉയരത്തിൽ അത്ര ശോഭയുള്ള നമ്മുടെ മനസ്സിന്റെ മാനത്ത് നിൽക്കുന്ന ഒരു പൂവാണ് സീത. ഇങ്ങനെ സീതയെ സൃഷ്ടിച്ച് സീതയെ അവസാനം ശ്രീരാമനിൽ നിന്ന് തന്നെ വേർപെടുത്തിക്കൊണ്ടുപോയി സ്വയം മരണത്തിലേക്ക്. മരണം എന്ന് പറയുന്നത് സീതയുടെ മരണത്തിൽ ആത്മഹത്യയല്ല, രക്തസാക്ഷിത്വമല്ല, അതിലൊക്കെ അപ്പുറമുള്ളതെന്നാണ്. സീത സത്യത്തിൽ രാമന് മരിക്കാനുള്ള വഴി കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. സീത അവിടെ രാമന്റെ ക്ഷണം സ്വീകരിച്ച് വീണ്ടും രാമന്റെ ഭാര്യയായി പോയിട്ടുണ്ടെങ്കിൽ രാമന്റെ അധികാരത്തിന്റെ ശോഭയും സീതയുടെ സ്വാതന്ത്ര്യത്തിന്റെ ശോഭയും നഷ്ടപ്പെടുമായിരുന്നു.
സീതയ്ക്ക് രണ്ടും നഷ്ടപ്പെടുത്തുന്നില്ല. രാമന്റെ അധികാരത്തിന്റെ ഭൂമിയും നഷ്ടപ്പെടുത്തുന്നില്ല, തന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശോഭയും നഷ്ടപ്പെടുത്തുന്നില്ല. പക്ഷേ താൻ തെളിക്കുന്ന വഴിയിൽ രാമ നീ വരണം എന്നുകൂടി സീത ഭൂമിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സീത ഭൂമിയിലേക്ക് താഴ്ന്നു പോയതിനു ശേഷം, അതിനുശേഷം എപ്പോഴും മരിച്ചതിനു ശേഷം രാമൻ ചെയ്യുന്നത് സരളി ഒഴുകി പറയുകയാണ്. അതായത് അധികാരം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ശോഭയല്ല, അധികാരത്തിന്റെ ധാർമ്മികതയുടെ ശോഭ നിലനിർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അധികാരത്തിൽ നിന്ന് ഒഴിയുക എന്നതാണ്. അധികാരത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രത്യേകതയും അഭിനയിക്കുകയല്ല, അധികാരത്തിൽ അഭിനയിച്ച് അവസാനം മരിക്കേണ്ടി വന്ന ആളാണ് രാവണൻ. അധികാരത്തിൽ അഭിനയിക്കാതെ അവസാനം ആത്മഹത്യയുടെ വഴിയിലേക്ക് പോകേണ്ടി വന്ന ആളാണ് രാവണൻ. ഈ രണ്ടിലെയും മരണത്തിലേക്ക് രാവണനെ അയച്ചതും സ്വയം ആത്മഹത്യയിലേക്ക് ശ്രീരാമനെ അയച്ചതും ഒരർത്ഥത്തിൽ സീത ഒരുക്കിയ വഴിയിലൂടെ. അപ്പൊ സീത സത്യത്തിൽ എല്ലാവരെയും നയിക്കുകയും, അതുകൊണ്ടാണ് അഴികോട് സാഹിത്യം പറഞ്ഞത് രാമായണം ഒരർത്ഥത്തിൽ സീതായനം കൂടിയാണ്. എല്ലാ ലോകത്തിലുള്ള സ്ത്രീകൾക്കും ആദ്യത്തെ മാതൃകയായ സ്വന്തം സ്വാതന്ത്ര്യം രാജാവിന്റെ മുമ്പിലും ഭർത്താവിന്റെ മുമ്പിലും പിതാവിന്റെ മുമ്പിലും തട്ടിക്കൊണ്ടുപോയവന്റെ മുമ്പിലും ഒട്ടും കെട്ടുപോകാതെ അടിവയ്ക്കാതെ സ്വന്തം സ്വാതന്ത്ര്യം ഒരു മരത്തിന്റെ ഉയരത്തിൽ മരം കാത്തു രക്ഷിക്കുന്നത് പോലെ കാത്തു സൂക്ഷിച്ച ഒരാളാണ് സീത. അങ്ങനെ സീതയുടെ കഥ പറയാതെ രാമന്റെ കഥയിലൂടെ പറഞ്ഞ് അവസാനം പറഞ്ഞു രാമനെ മറികടന്ന് സീതയുടെ കഥയാക്കി സ്വന്തം കഥയെ മാറ്റിയ ഒരു സ്ത്രീപക്ഷവും പ്രതിപക്ഷവുമായ നിരീക്ഷണം ഒരു ദാർശനിക സ്വഭാവത്തോടെ നമുക്ക് കാണിച്ചു തരുന്ന ഋഷിയായ ഒരാളാണ് വാൽമീകി. ഇത് ഋഷിയായി കവിക്ക് പറ്റും. ഇത് നാട്ടിലിരുന്ന് എഴുതാൻ പറ്റിയല്ല. നാടിന്റെ കഥ, കാടിന്റെ കഥ, നഗരത്തിന്റെ കഥ കാട്ടിലിരുന്ന് എഴുതുമ്പോൾ അതിലൊരു നിഷ്പക്ഷത ഉണ്ടാവും, അതിലൊരു മനോഹാരിത ഉണ്ടാവും. അതുകൊണ്ട് കാട്ടിലിരുന്ന് വാൽമീകി എഴുതിയ കാടിന്റെയും നാടിന്റെയും നഗരത്തിന്റെയും കഥയാണ്. അവസാനം നാടും കാടും ചേർന്ന് നഗരത്തെ കീഴ്പ്പെടുത്തിയ കഥയാണ്. അവസാനം നാടും കാടും നഗരവും എല്ലാം ചേർന്ന് ഒരു സ്ത്രീയുടെ ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യത്തിന്റെ കഥ പറഞ്ഞ് ആ കഥയാണ് രാമായണത്തിന്റെ കഥ. ഇത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ, പ്രതിപക്ഷ സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ്. ആ കഥ തീർച്ചയായിട്ടും ഇന്നലത്തെ കഥയാണ്, ഇന്നത്തെ കഥയാണ്, നാളത്തെ കഥയുമായിരിക്കും. അങ്ങനെ വേണം അതിനെ കാലാനുവർത്തിയായി നമ്മൾ നമ്മുടെ പ്രതിപക്ഷ സ്ത്രീപക്ഷ സ്വഭാവം കൊണ്ട് അധികാരത്തിന്റെ ഗൗരവവും അധികാരത്തിന്റെ തെറ്റും മറികടന്ന് നാഗരിക തെറ്റുകളെ നാടും കാടും ചേർന്ന് മറികടന്ന് നിലനിർത്താൻ. ഇതാണ് എനിക്ക് തോന്നുന്നു രാമായണത്തിന്റെ മുഖ്യമായ സന്ദേശം.